സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ, ഈ വേദിയിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവറുകളെ, പലപ്പോഴായി ബിലാൽ ഹജ്ജ് ഉംറ ഗ്രൂപ്പിലൂടെ ഹജ്ജ് നിർവഹിക്കുകയും ഉംറ നിർവഹിക്കുകയൊക്കെ ചെയ്ത ബഹുമാന്യരായ വിശ്വാസികളെ, നമ്മുടെ ദഅ്വ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ദീർഘമായി ആമുഖം പറയാതെ ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് ചടങ്ങുകളിലേക്ക് പ്രവേശിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ സംഗമം സാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹജ്ജിനെയും ഉംറയെയും കുറിച്ച് ധാരാളമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. ബിലാൽ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് പോലെ പ്രൈവറ്റ് സംവിധാനങ്ങൾ ഈ രംഗത്ത് സേവനം തുടങ്ങുന്നതിൻ്റെ മുന്നേ വളരെയേറെ കഷ്ടപ്പെട്ട് സാഹസികമായി ഹജ്ജ് നിർവഹിച്ചു വന്ന നമ്മുടെ സീനിയർ മെമ്പർമാരൊക്കെ ഈ സദസ്സിലുണ്ടെന്ന് തോന്നുന്നു. വളരെ സാഹസികമായിരുന്നു അന്നത്തെ ഹജ്ജ്. ബസ്സിലൊക്കെ മുംബൈയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കാത്തുകെട്ടി നിന്ന് അവസാനം ഭാഗ്യം പോലെ കപ്പൽ ലഭിച്ച് 10-30 ദിവസങ്ങളെടുത്ത് കഠിന യാത്ര ചെയ്തായിരുന്നു ഹജ്ജ് നിർവഹിച്ചത്. അതിൻ്റെയും മുന്നേ കാൽനടയായിരുന്നു ഹജ്ജിന് പോയത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഗുജറാത്തിൻ്റെ സൈഡിലൂടെ പോയി, കാബൂളിലൂടെ പോയി, ചൈനയുടെ സൈഡ് ഭാഗത്തൂടെ കടന്ന് ദീർഘമായി സഞ്ചരിച്ച് സൗദിയിലെത്തുന്നൊരു കാലം. അത് ഇന്ത്യയിലേക്ക് പല സഞ്ചാരികളും കടന്നു വന്ന ഒരു സിൽക്ക് റൂട്ടാണ്. ഇറാൻ മേഖലയിൽ നിന്ന്, മെസോപ്പൊട്ടേമിയൻ മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ ആദ്യത്തെ കുടിയേറ്റക്കാരാകുന്ന ആര്യന്മാർ വന്നത് അതേ റൂട്ടിലൂടെയാണ്. അന്നൊക്കെ ഹജ്ജിന് പോകുമ്പോൾ ശരിക്കും മരിച്ചു പിരിഞ്ഞു എന്ന രീതിയിലാണ് യാത്രയപ്പുണ്ടാക്കൽ. പിന്നീട് മടങ്ങി വരുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. ഇന്നും സംവിധാനങ്ങൾ ഒക്കെ അനുസരിച്ച് ഇന്ന ദിവസം എത്തും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. നമ്മുടെ മരണം പോലെയുള്ള നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത അവരോട് വരുന്നുണ്ട്. മരിച്ചു പിരിയുന്നത് പോലെയാണ് അന്ന് ഹജ്ജിന് പോക്ക്. തീരെ സുരക്ഷിതമല്ലാത്ത രീതിയിലായിരുന്നു അന്നത്തെ യാത്ര. ഹിംസ്ര ജന്തുക്കൾ മുതൽ വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്നവർ വരെയും അന്ന് സുലഭമായിരുന്നു. ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് ഹജ്ജിന് പോവുക എന്ന ഭീതിതമായ കർമ്മം ഞാനത് ബോധപൂർവം പ്രയോഗിച്ചതാണ്. കാരണം ഹജ്ജിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3 കഴിക്കും. ഞങ്ങളുടെ മലബാർ മേഖലയിലൊക്കെ 7 കഴിക്കും, 40 കഴിക്കും. കാരണം പിന്നെ ആൾ മടങ്ങി വരും എന്നുള്ളതിന് യാതൊരു ഉറപ്പോ പ്രതീക്ഷയോ ഇല്ല. വലിയ ഉസ്താദുമാരൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അന്ന് മഹല്ല് മൊത്തം സങ്കടത്തിലാവും. കാരണം ഉസ്താദിൻ്റെ സേവനം അവസാനിക്കാൻ പോവുകയാണ്. ഉസ്താദ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഉസ്താദിനെ തന്നെ അവരെ ഏൽപ്പിക്കും, ഞങ്ങളുടെ ദർസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മഹല്ലത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഞങ്ങളുടെ ജമാഅത്തിന് നേതൃത്വം നൽകാൻ ഉസ്താദ് തന്നെ ഒരാളെ ഏൽപ്പിച്ചു തരണം എന്നൊക്കെ അന്ന് നേരത്തെ അവർ ഉസ്താദിനെ ഓർമ്മപ്പെടുത്തും. അത്തരം സാഹസികമായ ഹജ്ജ് യാത്രകളിൽ നിന്ന് അതീവ സുഖകരമായ രീതിയിലേക്ക് നമ്മുടെ ഹജ്ജ് യാത്രയെ കൊണ്ടുവന്ന പ്രത്യേകമായ കുറേ സംവിധാനങ്ങൾ
അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക പേരും ഹജ്ജ് ചെയ്യുന്നുണ്ട്. വയസ്സാവാൻ കാത്തു നിൽക്കാറില്ല. നല്ല ചെറുപ്പക്കാരൊക്കെയും ഹജ്ജെന്ന ബാധ്യത നിർവഹിച്ച് അവരുടെ ജീവിതം ധന്യമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുതിയ തീരുമാനമൊക്കെ പ്രകാരം തീരെ തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അപ്രകാരം ബിസിനസ്സുകാർ, അവർക്കൊക്കെ 15 ദിവസം കൊണ്ട് ഹജ്ജ് ചെയ്യുന്ന പാക്കേജ് പോലും പണ്ട്. അവർക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, ഹജ്ജ് ചെയ്യൽ ബാധ്യതയുമാണ്. പക്ഷേ അവരിട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗം നഷ്ടപ്പെടും, അല്ലെങ്കിൽ ബിസിനസ് താറുമാറാകും. അത്തരം ആളുകൾക്ക് 15ഉം 20ഉം ദിവസം വെച്ച് ഹജ്ജ് ചെയ്യാനുള്ള പദ്ധതികൾ പോലും ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ കർമ്മമാണ് ഹജ്ജ്. ഹജ്ജിനുള്ള നിബന്ധനകളും അതിൻ്റെ കർമ്മങ്ങളുമൊക്കെ വിശദീകരിക്കേണ്ട ഒരു വേദിയല്ല ഇത്. ഇടയ്ക്ക് ഒരറിയിപ്പ്, 2026 ഇപ്പം കഴിഞ്ഞ ഹജ്ജിന് പോയ ഹാജിമാർ അവർക്ക് റീഫണ്ട് കിട്ടാനുള്ള TCSൻ്റെ രജിസ്ട്രേഷൻ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൗണ്ടറുണ്ട്, അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ സൗകര്യാനുസരണം നമുക്ക് ഹജ്ജ് ചെയ്യാം. സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ഹജ്ജിൻ്റെ നിബന്ധനകളെല്ലാം ഒത്തുവന്നിട്ടുണ്ട്. പക്ഷേ ജോലിയുടെ കാരണത്താൽ, ബിസിനസ്സിൻ്റെ തിരക്കിനാൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഹജ്ജ് യാത്രക്കൊന്നും പറ്റാത്ത ആളുകൾക്ക് 15ഉം 20ഉം ദിവസം വെച്ച് ഹജ്ജ് ചെയ്യാനുള്ള സ്കീമുകൾ പോലും ഇന്നുണ്ട്. അൽഹംദുലില്ലാ, അതിൻ്റെ ഭാഗമായി പണ്ടങ്ങാണ്ട് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കണ്ടുവന്നിരുന്ന സ്വപ്നം, ഹജ്ജും കഅബയും മുസ്ദലിഫയും അറഫയും, പിന്നീട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ഉൾക്കൊള്ളുന്ന നമ്മുടെയൊക്കെ പ്രതീക്ഷയുടെ അങ്ങേ അറ്റമാകുന്ന തിരുമദീനയുമൊക്കെ എത്താനും വളരെ മനോഹരമായ രീതിയിൽ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ തന്നെ ഹജ്ജ് നിർവഹിച്ച് സായുജ്യത്തോടുകൂടെ മടങ്ങി വരാനും നമുക്കിന്ന് സാധ്യമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഹജ്ജിനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതൊരു ചടങ്ങായി മാറാതിരിക്കാനും ഹജ്ജിൻ്റെയും ഉംറയുടെയും അനന്തര ജീവിതം എങ്ങനെയാണെന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കാനും ഇതുപോലെയുള്ള സംഗമങ്ങൾ അനിവാര്യമാണെന്നാണ്. ഇതുപോലുള്ള സംഗമങ്ങൾ എപ്പോഴെങ്കിലും ഒന്നോ കുറേ കാലങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലോ ചേർന്നാൽ പോരെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട്? ഹജ്ജ് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിമറിച്ചതാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെയും ഓരോ കർമ്മവും ഭൗതികമായി ചിലപ്പോൾ നമ്മുടെ ലോജിക്കനുസരിച്ച് അതിൻ്റെ ഒരു ആദർശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു യുക്തി ബുദ്ധിയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. പക്ഷേ ഹജ്ജൊരു മനുഷ്യനെ സമൂലം മാറ്റിമറിക്കുന്നു എന്നത് നമ്മളറിയണം. ഉംറ ചെയ്തു വരുന്ന വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ആത്മീയതയുടെ പരമാവധിയിലേക്ക് കയറിപ്പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിലേക്ക് കിടക്കും, നമ്മുടെ ബിസിനസ്സിലേക്കും നമ്മുടെ സന്താനങ്ങളിലേക്കും നമ്മുടെ ജോലിയിലേക്കും ഒക്കെ നമ്മൾ എത്തിച്ചേരും. അതോടുകൂടെ ആ ഹജ്ജ് വഴി ഉംറ വഴി നമ്മൾ നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം, സായുജ്യം, പ്രസരിപ്പ് എല്ലാം പതിയെ 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 തേഞ്ഞു മാഞ്ഞു പോവുകയും ചെയ്യും. ഇത് വരാതിരിക്കാൻ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലായി കൂടിയാലും അല്ലെങ്കിലും ഹജ്ജിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ പലപ്പോഴും പങ്കുവെച്ചുകൊണ്ടേയിരിക്കണം. ഞാനൊരു ദീർഘമായ പ്രഭാഷണം അല്ലെങ്കിൽ ഹജ്ജിനെ കുറിച്ചുള്ളൊരു ആത്മീയ പ്രഭാഷണത്തെ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഹജ്ജിൻ്റെ ഓരോ കർമ്മവും നമ്മളെ എவ்விധം പരിവർത്തിപ്പിച്ചു എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കും. ഉംറയും ഞാൻ രണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല, ഹജ്ജിനെയും ഉംറയെയും കുറിച്ചാണ് ഞാൻ ഒന്നിച്ച് പറയണത്. നമ്മൾ മാസങ്ങളോളം തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഹജ്ജിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഉംറയിലേക്ക് വരുന്നത്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട തയ്യാറെടുപ്പ്? സാമ്പത്തികമായ തയ്യാറെടുപ്പുണ്ട്, ശാരീരികമായ തയ്യാറെടുപ്പുണ്ട്. ഇതിനേക്കാളൊക്കെയും ആത്മീയമായി നമ്മൾ ഔന്നത്യത്തിലേക്ക് കയറാനുള്ള നിരന്തരമായ പ്രയത്നം നിമിഷം പ്രതി നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ തഖ്വ കൂടി വന്ന് തൗബയുടെ മനസ്സോടുകൂടെ മുൻകാല പാപങ്ങളെല്ലാം പരിഹരിച്ച് മുൻകാലത്ത് സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള പാപങ്ങളിൽ നിന്നെല്ലാം കഴുകി രക്ഷപ്പെട്ട് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മനോഹരമായ ആദർശമാണ് ഈ തൗബ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനാണ്
മനുഷ്യൻ എന്ന രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമെന്നതിൽ നമ്മുടെയൊക്കെ അനുഭവമാണ്. തെറ്റ് സംഭവിക്കാതെ ജീവിക്കാൻ അള്ളാഹു പ്രത്യേകമായി തൗഫീഖ് നൽകിയ കുറേ ആളുകളുണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ സ്വാഭാവികമായി തെറ്റിന് വിധേയരാകും. പരിശുദ്ധ ഇസ്ലാം തെറ്റ് ചെയ്യുന്നവരെ സമ്പൂർണ്ണമായി വിജയത്തിൽ നിന്ന് തടഞ്ഞു മാറ്റുന്നില്ല. പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മനോഹരമായ ചില പ്രയോഗങ്ങൾ കാണും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സൂറത്ത് സുമറിലെ ആയത്തിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തെറ്റ് ചെയ്തു പോയ എൻ്റെ പ്രത്യേകം അടിയാറുകളെ എന്ന് റബ്ബ് സ്നേഹപൂർവ്വം വിളിക്കുക. എൻ്റെ അടിയാറുകളെ എന്ന്. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ദീനീ വിരുദ്ധമായ മതം വിലക്കിയ തെറ്റുകൾ, കുറ്റങ്ങൾ അവർ ചെയ്തു പോയി. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. റബ്ബിനെ കുറിച്ച് അവിടെ വിശേഷിപ്പിക്കുന്നത് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപവും പൊറുക്കുന്നവനാണ്. കുറച്ചുകൂടെ അത്ഭുതകരമാണ് മറ്റു ചില സൂക്തങ്ങൾ. സൂറത്ത് ആൽ ഇംറാൻ്റെ 133 മുതലൊക്കെയുള്ള വാക്യങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്നതോടുകൂടെ അവർക്ക് ലഭ്യമാകുന്ന മഹത്തായ അനുഗ്രഹങ്ങളാണ് പറയുന്നത്. ആ ആയത്തിൻ്റെ തുടക്കത്തിൽ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് അള്ളാഹു ഓരോ വിശ്വാസിയെയും ക്ഷണിക്കുകയാണ്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക്, അതോടൊപ്പം റബ്ബിൻ്റെ കാരുണ്യമായി നമുക്ക് നൽകുന്ന മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ പൊറുക്കലിലേക്കും സ്വർഗത്തിലേക്കും സമൂഹത്തെ മാടി വിളിച്ചിട്ട് പതിയെ പതിയെ പോരണം എന്നല്ല, ഓടി വരണം എന്നാണ് ആ ഖുർആൻ്റെ പ്രയോഗം. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഉറുദിൻ്റെ രണാങ്കുളത്തിൽ അംറബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു കുറേ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് തൻ്റെ കൈവശമുണ്ടായിരുന്ന ഏതാനും കാരക്ക ചീളുകൾ, ഈത്തപ്പഴത്തിൻ്റെ ചീളുകൾ തിന്നിട്ടാവാം അടുത്ത പോരാട്ടം എന്ന് വിചാരിച്ച് മടിക്കുത്തഴിച്ച് അത് കയ്യിലെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂക്തം ഉറക്കോതുന്നു. അസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അവൻ്റെ മഹത്വമേറിയ പാപമോചനത്തിലേക്കും ഓടി വരൂ. ഇത് കേൾക്കേണ്ട താമസം ഓടി വരാൻ അള്ളാഹു പറയുമ്പോൾ ഈ കാരക്കച്ചീളുകൾ തിന്നിട്ടാവാൻ പാടില്ല, അത്രയെങ്കിലും സാവകാശം എടുത്തുകൂടാ എന്ന് കരുതി കാരക്കച്ചീളുകൾ ഉപേക്ഷിച്ച് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത്. ആകാശഭൂമിയുടെ വിശാലതയുള്ള സ്വർഗം ആർക്കാണ് എന്ന് ഖുർആൻ തുടർന്ന് പറയുന്നു. ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. അത് മുത്തഖീങ്ങൾക്കാണ് തയ്യാർ ചെയ്തത്. ആരാണ് മുത്തഖീങ്ങൾ? ഒരു തെറ്റും ചെയ്യാത്തവർ എന്നല്ല. എന്നെ ശ്രവിക്കുന്ന ഹാജിമാർ, ഉംറ ചെയ്തവർ, ആത്മീയമായി പുരോഗതി പ്രാപിക്കണമെന്ന് കരുതി നമ്മുടെ സമ്പത്തും സമയവും വ്യയം ചെയ്ത് ഹജ്ജിനും ഉംറക്കും പോയ പ്രിയപ്പെട്ട വിശ്വാസികൾ, ഒരു തെറ്റും ചെയ്യാത്തവർ എന്നല്ല ഈ സൂക്തത്തിൽ മുത്തഖീങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് തെറ്റ് ചെയ്തവർ എന്ന് തന്നെയാണ്. തെറ്റ് ചെയ്തവർ എന്ന് തന്നെയാണ്. ഉഇദ്ദത്തുൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ആരാണ് മുത്തഖീങ്ങൾ? സാമ്പത്തികമായി അധോഗതി വരുമ്പോഴും പുരോഗതി വരുമ്പോഴും അതിൻ്റെയൊക്കെ തോതനുസരിച്ച് ദീനീ സംരംഭങ്ങളിൽ ചെലവഴിക്കുന്നവർ. ഒന്ന്, വൽ കാദിമീനൽ ഗൈദ്. ദേഷ്യം വരുമ്പോൾ അത് ഒതുക്കി വെക്കാൻ ശീലിച്ചവർ. ഹജ്ജ് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്. ഏത് ദേഷ്യക്കാരനും ഏത് മുൻകോപിയും ഏത് ക്ഷിപ്രകോപിയും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ക്ഷമാശീലനായി മാറിയിരിക്കണം. ഹജ്ജിൻ്റെ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മൾ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ ആധുനികമായ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും നേരിടേണ്ടി വരും. കുറേ ആളുകൾ ഒന്നിച്ചു ചേർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരായി ജീവിക്കുന്ന ആ ഒരു ഫീലിംഗ് അല്ല കിട്ടുക. സ്വാഭാവികമായി നമുക്ക് ക്ഷമിക്കാൻ പഠിക്കും, പൊറുക്കാൻ പഠിക്കും, തിരക്കും ബഹളവും സഹിക്കാൻ പഠിക്കും. നമ്മളെ ദ്രോഹിച്ചു എന്ന് തോന്നും വിധം ചില ആളുകളൊക്കെ കാല് ചവിട്ടിയിട്ട് വേദനിപ്പിച്ച് പോകും. അവർ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ദ്രോഹിക്കാൻ. സാധാരണഗതിയിൽ നാട്ടിലാണെങ്കിൽ എടുത്തു ചാടുന്ന നമ്മൾ ദേഷ്യം പിടിച്ചിരുത്തും. ഹജ്ജ് വഴി നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം അതാണ്.
നമ്മൾ ക്ഷമയുടെ ആളുകളായി മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക, രക്ഷിതാക്കൾ ആലോചിച്ച് നോക്കുക. മുത്തഖീങ്ങളെ വിശദീകരിക്കുമ്പോൾ ഖുർആൻ ഇവിടെ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് വൽ ഖാലിമീൻ അൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ അവർക്ക് ഒതുക്കി നിർത്താൻ പറ്റും. വൽ ആഫീന അനിൻ നാസ്, ജനങ്ങളിൽ നിന്ന് വല്ല അപാകവും വന്നാൽ അവർ വിട്ടുപുറത്ത് മാപ്പാക്കും. ഇതും ഹജ്ജിൻ്റെ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന നല്ലൊരു ഫലമാണ്. പലപ്പോഴും മാപ്പാക്കേണ്ടി വരും. അമീറിനെ കാണണം കരുതിയിട്ട് നമ്മൾ ഓടി നടക്കും, പക്ഷെ ആളെ കണ്ടെന്ന് വരില്ല. മൂപ്പര് അതിതീവ്രമായ മറ്റേതെങ്കിലും പ്രവർത്തനമായിട്ട് ഓഫീസിലായിരിക്കും, വേറെ ഏതെങ്കിലും ഇടത്തായിരിക്കും. ആ സമയത്ത് നമുക്ക് സ്വാഭാവികമായും വിമ്മിട്ടം തോന്നും. പക്ഷേ വല്ലാഫീന നിന്നാസ്, ഒരു വാക്ക് പോലും തെറ്റ് പറയാതെ, ഒരു വാക്ക് പോലും ദേഷ്യം പ്രകടിപ്പിക്കാതെ എല്ലാം ക്ഷമിക്കുന്ന പൊറുക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കണം. അപ്പോൾ സ്വർഗത്തിലേക്ക് വിശ്വാസികളെ വിളിക്കുമ്പോൾ ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭ്യമാകാവുന്ന പരിശീലനമാണ് ഖുർആൻ മുന്നിൽ വെക്കുന്നത്. അതിന് തന്നെ പറയണത് എന്താ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, സാമ്പത്തികമായി ഗുണമുണ്ടാകുമ്പോഴും ഇല്ലാത്തപ്പോഴും അവർ ദീനീ സംരംഭങ്ങളിൽ ചെലവഴിക്കും. ഗവൺമെൻറ്റിൻ്റെ ഹജ്ജിനാണെങ്കിൽ പോലും ഏകദേശം പ്രൈവറ്റിനോട് ഈക്വലായ പൈസ നമ്മൾ ചെലവഴിക്കേണ്ടി വരും. ഒരു 5-6 ലക്ഷം നമുക്ക് വേണ്ടി വരും. അത് നന്മയിൽ ചെലവഴിക്കുന്ന വിശ്വാസി ഹജ്ജ് ഉംറ വഴി. രണ്ടാമതായി അവന് ദേഷ്യം വരുമ്പോൾ ഒതുക്കി നിർത്താൻ പറ്റുന്നു. മൂന്നാമതായി നമ്മോട് സഹവസിക്കുന്നവർ, അത് ഭാര്യയാവാം, മക്കളാവാം, നമ്മുടെ അമീറാവാം, നമ്മുടെ സഹയാത്രികരാവാം, നമ്മുടെ റൂമിൽ താമസിക്കുന്നവരാകാം, എല്ലാ അർത്ഥത്തിലും നമ്മളോട് സഹകരിക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് സംഭവിച്ചേക്കാവുന്ന മാനുഷികമായ വൈകല്യങ്ങളും നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നു. അടുത്തത് കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹുവിന് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ പെരുത്തിഷ്ടാണ്. അത് കഴിഞ്ഞ് ഖുർആൻ പറയുന്ന മുത്തഖീങ്ങളുടെ അടയാളം അല്ലദീൻ, അവരാരാണ്? ഇദാ ഫഅലു ഫാഹിഷത്തൻ, വല്ല തോന്നിയാസവും വന്നാൽ, മതവിരുദ്ധമായ വല്ല വൃത്തികേടും അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ, ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും. വസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അള്ളാഹുവിനോട് അവർ അവരുടെ പാപത്തിൽ നിന്ന് മോചനം തേടും. മുത്തഖീങ്ങളെ പറയുന്നിടത്ത് തീരെ തെറ്റ് ചെയ്യാതെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്നവർ, എല്ലാ ജമാഅത്തിനും പള്ളിയിലെത്തുന്നവർ, ധാരാളമായി സദഖ ചെയ്യുന്നവർ, നാവ് സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നവർ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് മുത്തഖീങ്ങളുടെ അടയാളമാണ്, ഒരു തർക്കമില്ല. അത് മുത്തഖീങ്ങളുടെ അടയാളം തന്നെയാണ്, അതിലൊരു തർക്കമില്ല. പക്ഷെ ഖുർആൻ ഇവിടെ പറയുന്നത് അങ്ങനല്ല. നമുക്ക് പ്രയോഗിച്ച് വിജയിക്കാൻ പറ്റുന്ന, മുത്തഖീങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടാൻ നമുക്ക് പരിശീലിക്കാൻ പറ്റുന്ന ലളിതമായ കുറേ നിബന്ധനകളാണ്. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായി അധോഗതി ഉണ്ടാകുമ്പോഴും പുരോഗതി ഉണ്ടാകുമ്പോഴും തോതനുസരിച്ച് ദീനീ സംരംഭങ്ങളിൽ ചെലവഴിക്കുക. ബിലാൽ ദഅവാ കോളേജിലെ പിള്ളേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ വല്ല ആവശ്യങ്ങളുണ്ടാകുമ്പോൾ സദഖയായിട്ട് അതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങളെ പരിഗണിക്കുക. അതോടൊപ്പം ദേഷ്യം വരുമ്പോൾ പിടിച്ചു വെക്കാൻ സാധിക്കുക. നമ്മോട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്കിഷ്ടമില്ലാത്ത വല്ല കാര്യങ്ങളും സംഭവിച്ചാൽ അത് അഫ്വ് ചെയ്തു കൊടുക്കുക. പിന്നെയോ തെറ്റ് ചെയ്യാതെ ജീവിക്കുക വലിയ മഹത്വമാണ്. അള്ളാഹുവിൻ്റെ ദുനിയാവിൽ അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ച്, അവൻ നൽകിയ ആയുസ്സിൽ അവൻ നൽകിയ ആരോഗ്യം ഉപയോഗപ്പെടുത്തി തെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാകുന്ന നമുക്കൊരിക്കലും അത് സംഗതമല്ല. അതുകൊണ്ടാണ് സൂഫി ചക്രവാളത്തിലെ മഹാസ്വാത്വികൻ ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റഹിമഹുല്ലായുടെ അടുത്തേക്ക് ഒരു സാധാരണക്കാരനാവുന്ന മനുഷ്യൻ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? എനിക്ക് തെറ്റ് പലതും ചെയ്യാൻ തോന്നുവാണ്, അതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം. എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വല്ല ഹിക്മത്തും ഐഡിയയും പറഞ്ഞു തരണം. ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം അദ്ദേഹത്തോട് പറഞ്ഞു, തെറ്റ് ചെയ്യാം, നിന്റെ മോഹങ്ങളല്ലേ, അതൊക്കെ നടത്താം. പക്ഷേ പടച്ച റബ്ബിൻ്റെ ഓക്സിജൻ ഉപയോഗപ്പെടുത്തി അത് ചെയ്തുകൂടാ, വളരെ മോശമല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഡൽഹിയിലൊക്കെ, ഇന്ത്യയുടെ തലസ്ഥാനത്തൊക്കെ
കൃത്യമായ ഇടവേളകളിൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. പ്രത്യേകിച്ച് ദീപാവലി കാലത്ത്. ദീപാവലിയുമായി ബന്ധപ്പെട്ട് വലിയ പടക്കവും കരിമരുന്ന് പ്രയോഗവും നടക്കും. അതേ സീസണിൽ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ കൃഷി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അവരുടെ നിലം വൃത്തിയാക്കാൻ വേണ്ടി വേസ്റ്റുകൾക്കെല്ലാം തീ കൊടുക്കും. ഇതെല്ലാം കൂടെയാകുമ്പോൾ ഡൽഹിയിൽ കഠിനമായ അന്തരീക്ഷ മലിനീകരണം വരും. ഈ സമയത്ത് 1 മണിക്കൂർ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഓക്സിജൻ സിലിണ്ടറുകൾ അവിടെ മേടിക്കാൻ കിട്ടും. ഒരൊറ്റ മണിക്കൂർ ഉപയോഗിക്കാനുള്ള ആ സിലിണ്ടറിൻ്റെ കഴിഞ്ഞ വർഷത്തെ വില 3000 രൂപയാണ്. നമ്മളൊരു ദിവസം എത്ര ഓക്സിജൻ എടുക്കുന്നുണ്ട്? 24 മണിക്കൂർ. 3000 × 24 എന്ന് വെറുതെ നമ്മളൊന്ന് കുടിക്കുക. 3000 × 24 എന്ന് വെറുതെ നമ്മളൊന്ന് കുടിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും 66,000 രൂപ ഒരു ദിവസം നമ്മൾ ഓക്സിജന് മാറ്റി വെക്കണം എന്ന്. 66,000 രൂപ ഒരു ദിവസത്തെ ഓക്സിജന് നമ്മൾ മാറ്റി വെക്കണം. 66,000 പോരാ, ശരിക്കും പറഞ്ഞാൽ 72,000 രൂപ നമ്മൾ ഓക്സിജന് മാറ്റി വെക്കണം ഒരു ദിവസത്തേക്ക്. നമ്മളൊരു വർഷത്തേക്കൊന്ന് കൂട്ടി നോക്കൂ. 72,000 × 356 അല്ലെങ്കിൽ 365. അറബി മാസമായാലും കൊള്ളാം, മറ്റ് ഈ സാധാ മാസമായാലും കൊള്ളാം. നമ്മളൊന്ന് ഗുണിച്ചു നോക്കുക. ഒരു വർഷം നമ്മൾ അറിയാതെ ആസ്വദിച്ച ഓക്സിജൻ്റെ ചെലവാണത്. ഒരു മനുഷ്യൻ എത്രമേൽ വിദ്യാഭ്യാസം നേടിയാലും എത്ര വൈദഗ്ധ്യത്തോടുകൂടെ ബിസിനസ് നടത്തിയാലും അയാളുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും ഒരു വർഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആയുസ് ഓക്സിജൻ ശ്വസിക്കാനുള്ള കാശ് സമ്പാദിക്കാൻ കഴിയാതെ വരും. ഇതാണ് നമ്മൾ സൗജന്യമായി ജനിച്ച 1-ാം നിമിഷം മുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ജനനത്തിൻ്റെ മുന്നേ, സ്വാഭാവികമായും ജനനത്തിൻ്റെ മുന്നേയും നമ്മൾ ഓക്സിജൻ എടുക്കുന്നു. എൻ്റെ ബന്ധത്തിലൊരു ചെറിയ കുട്ടിയുണ്ട്, 1 വയസ്സുകാരി. അവരോട് കണ്ണെവിടെയും ചോദിച്ചാൽ കണ്ണിങ്ങനെ അടിച്ച് കാണിച്ചു തരും. ചെവി എവിടെയും ചോദിച്ചാൽ ഇങ്ങനെ തൊട്ട് തരും. മൂക്ക് എവിടെയും ചോദിച്ചാൽ ഉടുപ്പ് പൊക്കിയിട്ട് അവരുടെ പൂക്കൾ കാണിച്ചു തരും. 1 വയസ്സുള്ള കുട്ടിയാണ്. എനിക്കൊരു ദിവസം അവർ കൗതുകത്തിലത് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, അവളെ കുറ്റപ്പെടുത്തണ്ട, 9 മാസവും 10 ദിവസം അവൾ ഓക്സിജൻ എടുത്ത മൂക്ക് അതായിരുന്നു. 9 മാസവും 10 ദിവസവും ഗർഭകാലത്ത് ആ കുട്ടി ഓക്സിജൻ എടുത്ത മൂക്ക് അതായിരുന്നു. ബ്രാഹ്മണൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, പടച്ച റബ്ബിൻ്റെ ആനുകൂല്യങ്ങൾ എടുത്താവരുത്, റബ്ബ് കാണുന്നിടത്താവരുത്, റബ്ബ് നൽകിയ ഭക്ഷണത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചാവരുത്. ആ മനുഷ്യൻ പതറിപ്പോയി. ഇങ്ങനെയൊന്നും അല്ലാതെ എവിടെ പോയിട്ട് തെറ്റ് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഇബ്രാഹിം ഇബ്നുൽ അദ്ഹം റഹിമഹുല്ലായുടെ അടുത്ത മുരീദായി മാറിയെന്ന് ചരിത്രം. തെറ്റ് ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്വമേറിയ കർമ്മമാണ്, ഏറ്റവും സുതാര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം. ഉമ്മമാരുണ്ട് ഈ സദസ്സിൽ, സഹോദരിമാരുണ്ട്, നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന സഹോദരന്മാരുണ്ട്. സുന്നത്ത് നിർവഹിക്കും, സദഖ ചെയ്യും, നിസ്കാരം ജമാഅത്തിൽ തന്നെ നിർവഹിക്കാൻ ശ്രമിക്കും. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം, അമല് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കലാണ്. അമലൊക്കെ ഒരു ചടങ്ങനുസരിച്ച് നടന്നു പോകും. ചിലപ്പോൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ബോധപൂർവം നമ്മൾ മാറി നിൽക്കുക തന്നെ വേണ്ടി വരും. റമദാൻ വന്ന നോമ്പൊക്കെ ഒരു ചടങ്ങ് പോലെ നടന്നു പോകും. തറാവീഹ് 20 റക്അത്ത് നമ്മൾ ആ സീസണിലെ ട്രെൻഡായിട്ട് നിർവഹിച്ചു പോകും. ജമാഅത്തിന് പോയി ശീലം വന്നാൽ ജമാഅത്താകുമ്പോഴേക്ക് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടാകും. ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് തെറ്റിൽ നിന്ന് മാറി നിൽക്കൽ. ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബിദാത്തുൽ ഹിദായയുടെ 2ാം ഭാഗം ആരംഭിക്കുന്നിടത്ത് പറയുന്നുണ്ട് കാര്യം. കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നത്. പലപ്പോഴും തോറ്റുപോകൽ അവിടെ അല്ലേ? നന്നായിട്ട് 5 വക്ത് ജമാഅത്തായി നിസ്കരിക്കുന്ന ആൾക്ക് തന്നെ ഉറക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കള്ള് കുടിക്കണം എന്ന് വന്നാൽ, ഇതിലാരാ 5 വക്ത് നിസ്കരിക്കാത്തവർ? എല്ലാവരും നിസ്കരിക്കുന്നു, റബ്ബ് പൂർണ്ണമായി സ്വീകരിക്കട്ടെ. സുന്നത്തുകൾ നിർവഹിക്കുന്നു, സുന്നത്ത് നോമ്പുകൾ നിർവഹിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പ്രസംഗിക്കാൻ 6-7 മാസം മുന്നേ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഡേറ്റ് മാറ്റി കളിച്ചത് എന്തിനായിരുന്നു?
ഒരു പ്രാവശ്യം വ്യാഴാഴ്ച നിശ്ചയിച്ചു അമീദ് ഉസ്താദ്. അന്ന് കുറേ ആളുകൾക്ക് സുന്നത്ത് നോമ്പുണ്ടാവും എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു ദിവസം ഞാൻ തിങ്കളാഴ്ച ഡേറ്റ് കൊടുത്തു. അത് ഏകദേശം ഉറപ്പിച്ചിട്ട് പിന്നെ എന്നെ വിളിച്ചു, അന്നും ഉണ്ടാവും കുറേ ആളുകൾക്ക് സുന്നത്ത് നോമ്പ്. സന്തോഷകരമായൊരവസ്ഥയാണത്. ഇങ്ങനെ സുന്നത്ത് നോമ്പ് നിർവഹിക്കുന്നവർ പോലും കൂട്ടത്തിലുണ്ടാകും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ നെറ്റ് കണക്ഷനും കിട്ടിയിട്ട് തുറന്നു നോക്കുമ്പോൾ മതം വിലക്കിയതിലേക്ക് നമ്മൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ പ്രാധാന്യം തിന്മയിൽ നിന്ന് മാറി നിൽക്കലാണെന്നറിയണം. മമന ഖസാലി തങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ടത്. ഈ കിതാബിൽ മാത്രമൊന്നുമല്ല, അവിടുത്തെ മുക്കാശഫത്തുൽ ഖുലൂബിൽ. അതുകൊണ്ട് നമ്മുടെ നാക്കിനെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കണം. ഹജ്ജും ഉംറയും നമ്മളെ പഠിപ്പിച്ച പാഠം എന്താണ്? ഹജ്ജിൻ്റെ സീസൺ 10-40 ദിവസം നീണ്ടു നിൽക്കും സാധാരണഗതിയിൽ. നമ്മൾ അന്ന് മുതൽ എത്രമേൽ ശ്രദ്ധയോടുകൂടെയാണ് ജീവിച്ചത്. അതിൻ്റെ മുന്നേ തന്നെ അவ்விധം ജീവിക്കാനാകുന്ന ആളുകളാണ് ഭാഗ്യവാന്മാർ. ഈയിടെ ഒരു ഉസ്താദ്, എൻ്റെ ഒരു സുഹൃത്ത് ഹജ്ജിൽ പോയി കഴിഞ്ഞ വർഷം. അദ്ദേഹം സഹപ്രവർത്തകനാണ്, പലരുമായി ബന്ധമുള്ള മനുഷ്യനാണ്. എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ, എന്നെ ശ്രവിക്കുന്ന ചെറുപ്പക്കാർ, ശ്രദ്ധാപൂർവം ഞാനീ പറയണത് കേൾക്കുക. അദ്ദേഹം എല്ലാവരോടും ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഓക്കെ. തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ പ്രിയ സുഹൃത്ത് ബിലാൽ സർവീസ് ഉംറയ്ക്ക് വന്നിട്ടുള്ള ഈ കാഫിലയിലെ ഒരു അംഗമായ റാഷിദുള്ള അമ്പള്ളി ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ചെറിയൊരു ആശംസയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട പണ്ഡിതരെ, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും. 2-3 പരിപാടിയുള്ളത് കൊണ്ടാണ് ഓടിക്കേറിയത്. എന്തായാലും അൽഹംദുലില്ലാ, സന്തോഷം. ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, കേരളം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എറണാകുളം ജില്ല, കേരളത്തിൻ്റെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ നഗരമായ തൃക്കാക്കര 2010 ശേഷം ഒരു ബഹുനില കെട്ടിടങ്ങളും വലിയ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും എല്ലാം നിറഞ്ഞ ഒരു മെട്രോ നഗരമായി മാറിയ തൃക്കാക്കര, എന്നാൽ പഴയ കാലങ്ങളെപ്പോലെ ഒരു കൂട്ടായ്മകളില്ലാത്ത എറണാകുളം ജില്ല. പണ്ട് കാലങ്ങളിൽ എല്ലാവരും മൗലൂദ്, റാത്തീഫ് എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും. ഇന്നത്തരം കൂട്ടായ്മകളില്ല. കാരണം പുറത്തു നിന്നുള്ള ആളുകൾ 2010 ശേഷം എറണാകുളം ജില്ലയിൽ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ വിവിധ വ്യക്തികൾ വന്ന് താമസം തുടങ്ങി. നമുക്ക് നമ്മുടേതായ ഒരു പച്ചപ്പ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അതിനിടയിലാണ് നമ്മുടെ ഇത്തരം കൂട്ടായ്മകൾക്ക് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമുണ്ടാകുക എന്നുള്ളത്. ഇന്ന് കേരളം ഏറ്റവും വലിയ മയക്കുമരുന്ന് രോഗികളുടെ പിടിയിലായതും അത്തരം കാരണം കൊണ്ടാണ്. ഇന്ന് കേരളം ഉറക്കമില്ലാത്ത നഗരമാണ് കേരളം. ആർക്കും ഉറക്കമില്ല. രാത്രി സ്ത്രീയും പുരുഷനും എല്ലാവരും പൊതുജന മധ്യത്തിലും രാത്രി കാലങ്ങളെല്ലാം റോഡ് സൈഡിലാണ്. അതിനെല്ലാം മാറ്റം ഉണ്ടാക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും. കാരണം അവബോധം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും വലിയ കടമ. ഇന്ന് ഹജ്ജ് ഉംറ സർവീസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ആദ്യമായി കഅബാലയം എന്നെ കാണിച്ചു തന്നത് ബിലാൽ സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്യാമ്പിലാണ്. യാദൃച്ഛികമായാണെങ്കിലും ഉസ്താദ് എന്നെ വിളിച്ച് പറഞ്ഞ് നമുക്കൊന്ന് പോകാം. ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായി. ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. അൽഹംദുലില്ലാ, എല്ലാം ഖൈറിലാണ്. എന്തായാലും എന്നെ കേട്ട എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ. സർവീശ്വരൻ എല്ലാവർക്കും ദീർഘായുസ്സോടു കൂടിയുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ബിലാൽ സ്ഥാപനത്തിലെ ദർസ് മദ്രസക്ക്
ബിൽഡിങ് വേണം. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറിന് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ നൽകി ഒരു ഫ്ലോർ പണിത് തരാമെന്ന് തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ റാഷിദ് ഉള്ളാമ്പള്ളി ഏറ്റിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സെക്കൻഡ് ഫ്ലോറിന് 10 ലക്ഷം രൂപ നൽകാമെന്ന് അബൂബക്കർ ഹാജി കിളിയിങ്ങൽ പടമുകൾ അദ്ദേഹം ഏറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മകൾ പെട്ടെന്ന് മരിച്ചുപോയി. അവരുടെ പേരിലാണ് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റിട്ടുള്ളത്. അവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. റസൂലുള്ളാഹിൻ്റെ ജിവാറിൽ അവരെയും നമ്മളെയും എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രസംഗം തുടരുന്നു. ഹജ്ജിൽ നമ്മളങ്ങനെ കുറേ നല്ല ശീലങ്ങളാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നത്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു വെച്ചത് കൽപ്പനകൾ പാലിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ ഒരു അവയവത്തെക്കുറിച്ച് നമുക്ക് പറയാം, നാവ്. ഹദീസിൽ പലപ്പോഴായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ നാവിൻ്റെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലില്ലാത്ത 2 അവയവങ്ങൾ ശരീരത്തിലുണ്ട്. അത് തെറ്റ് ചെയ്യില്ലെന്ന് ആരെങ്കിലും എനിക്ക് ജാമ്യം നിന്നാൽ അവർക്ക് സ്വർഗം നൽകാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാം. ഒന്നാമത്തേത് നാക്കാണ്, രണ്ടാമത്തെ നമ്മുടെ ലൈംഗിക ഭാഗങ്ങളാണ്. രണ്ടിനും എല്ലില്ല, പക്ഷെ പിടുത്തം വിട്ടു. റസൂൽ വേറെ ഹദീസിൽ പറയുന്ന 2 താടയെല്ലുകളുടെയും 2 ഈ കാലെല്ലുകളുടെയും ഇടയിലുള്ള 2 അവയവങ്ങൾ എന്നാണ്. ഉദ്ദേശം ഒന്നാണ്. നമ്മൾ ഹജ്ജിൻ്റെ സീസണിൽ പോലും ചിലപ്പോഴൊക്കെ, ഇനി ഹജ്ജ് ചെയ്യാൻ മോഹം ഉണ്ടാവും എല്ലാവർക്കും, അള്ളാഹു ഖൈറാണെങ്കിൽ സാധിപ്പിച്ച് തരുമാറാവട്ടെ. ഉംറ ചെയ്യാനും ആഗ്രഹങ്ങളുണ്ടാവും. നമ്മൾ ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാക്കിൻ്റെ നിയന്ത്രണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, മുഖം കുത്തി നരകത്തിലേക്ക് വീഴുന്നവരെ കുറിച്ച് ഞാൻ അറിയിക്കട്ടെയോ എന്ന്. മുഖം കുത്തി നരകത്തിലേക്ക് വീഴുക, സഹാബത്തിനും അല്ലാത്ത കൗതുകമായി. മുഖം കുത്തി നരകത്തേക്ക് വീഴല്ലോ. വീഴുക എന്ന് പറഞ്ഞാൽ പന്ത് തെറിക്കും പോലെ തെറിക്കൂല, അവിടെ അങ്ങോട്ട് പൂണ്ട് നിൽക്കും മുഖം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞത്, ഇല്ലാ ഹസായിദു അൽസിനത്തിഹിം, മനുഷ്യന്മാരുടെ നാക്ക് കൊണ്ട് അവർ വിളവെടുക്കുന്ന ഈ ദീനീവിരുദ്ധമായ വാക്കുകളാണ് ഈ മുഖം കുത്തി നരകത്തിൽ വീഴാനുള്ള കാരണം. നമ്മൾ ഖുർആനിലൊക്കെ വലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്നൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ അല്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഹജ്ജ് കഴിഞ്ഞാൽ നമ്മൾ ആരാവണം? ഹജ്ജ് ഉംറ എന്നല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത് പ്രകാരം പരിശുദ്ധ റമദാനിലെ നോമ്പ്, ഇബാദത്തുകൾ, ഇതൊക്കെ സ്വീകരിച്ചു എന്ന് നമുക്ക് അറിയാനുള്ളൊരു മാനദണ്ഡം എന്താ? എന്നെ ശ്രവിക്കുന്ന ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ചില ഉമ്മമാർ സംസാരിക്കുന്നത് കൊണ്ട് പ്രസംഗം കേൾക്കാൻ വന്നവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന്. അവർ 2 ദ്രോഹമാണ് ചെയ്യുന്നത്. ഒന്ന്, സ്വയമായി നശിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത്, മറ്റുള്ളവരെ കേൾക്കാൻ സമ്മതിക്കാത്ത കുറ്റം കൂടെ ഏറ്റെടുക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ്. ലൈംഗിക ഭാഗത്തേക്കാൾ ശ്രദ്ധിക്കേണ്ടത് നാക്കിനെയാണ്. ലൈംഗിക ഭാഗം കൊണ്ട് തെറ്റ് ചെയ്യാൻ കുറേ അവസരങ്ങൾ വന്നിട്ട് വേണം. അതിനുള്ള പ്രത്യേകമായ പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടണം. നേരെ മറിച്ച് നാക്ക് കൊണ്ട് തെറ്റ് ചെയ്യാൻ യാതൊരു തടസ്സമില്ല, പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ നോമ്പ് കാലത്ത് നാക്കിനെ ശ്രദ്ധിക്കുന്നു, ഹജ്ജിൻ്റെ സീസണിലും ഉംറയുടെ സീസണിലും നാക്കിനെ ശ്രദ്ധിക്കുന്നു. അതെന്തുകൊണ്ട് ജീവിതത്തിൽ ഉടനീളം നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല എന്ന് ഗുരുതരമായ ആ ഒരവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഞാനും നിങ്ങളും ആലോചിക്കുക തന്നെ വേണം. എന്തുകൊണ്ട്? നരകത്തിലേക്ക് മനുഷ്യനെ മുഖം കുത്തി വീഴ്ത്തുന്നത് നാക്കിൻ്റെ സംസാരങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അത് സംബന്ധിയായ ഹദീസ് തന്നെ ഉദ്ധരിച്ചാൽ, മൻ സമത നജ, മിണ്ടാതിരുന്നാൽ വിജയിച്ചു എന്നാണ്. അള്ളാഹുവിനെയും ആഖിറത്തിനെയും വിശ്വസിക്കുന്നവർ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നന്മ മാത്രം പറയണമെന്നാണ്. നമ്മൾ ഈ ഹജ്ജിൻ്റെയും ഉംറയുടെയും ഓരോ കർമ്മത്തെയും കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ നിയ്യത്താണ്, നമുക്കറിയാം. പക്ഷേ ഈ നിയ്യത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രസ്സ് മാറ്റുക എന്നുള്ളത്.
ആണുങ്ങളെല്ലാം പ്രത്യേക വേഷം തന്നെ ധരിക്കും. സ്ത്രീകൾ അവരുടെ വേഷമാണെങ്കിലും പുതിയതും അതിന് പറ്റും വിധത്തിലുള്ളതും മാറ്റി ധരിക്കും. ഈ ഡ്രസ്സ് മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താണ്? പടച്ച റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പലജാതി അനർത്ഥങ്ങളും വേണ്ടാത്തീനങ്ങളും ചെയ്ത എൻ്റെ ശരീരത്തിൽ അതിനോടൊപ്പം സഹകരിച്ച എൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഇതാ ഞാൻ മാറ്റി ഒഴിവാക്കുന്നു. ഇനി വിശുദ്ധമായൊരു ഡ്രസ്സിലേക്ക് ഞാൻ കയറുകയാണ്. നമ്മുടെ ശരീരഭാഗങ്ങളും ഭൂമിയും നമ്മൾ ബന്ധപ്പെട്ട ഓരോ വസ്തുവും ആഖിറത്തിൽ വെച്ച് സാക്ഷ്യം വഹിക്കുമെന്ന് ഖുർആനാണ് പറയണത്. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ആ ദിവസത്തിൽ ഭൂമി സാക്ഷ്യം വഹിക്കും, ഭൂമി സംസാരിച്ചു കൊണ്ടേയിരിക്കും, എൻ്റെ മുകളിൽ വെച്ച് ഇന്നയാൾ ഇന്ന അധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ കൈകൾ സംസാരിക്കും. സൂറത്ത് യാസീനിൻ്റെ 65-ാമത്തെ ആയത്ത് നമ്മൾ എന്നും ഓതുന്നത് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ആ ദിവസം അവരുടെ സംസാര വൈഭവം അല്ലാഹു ഇല്ലാണ്ടയാക്കും. വതുകല്ലിമുനാ അയ്ദീഹിം, കൈകൾ സംസാരിക്കും. വതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി നിൽക്കും. ഇത് ഖുറാനിൽ പലയിടങ്ങളിൽ വേറെ രീതിയിലും സംസാരിക്കുന്നുണ്ട്. നരകത്തിലേക്ക് എത്തുന്ന മനുഷ്യർ അവരുടെ ശരീരഭാഗങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ ആ സീരിയസ്നെസ് ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആത്മീയ പ്രഭാഷണം ആവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പരമാവധി. നരകത്തിലെത്തുമ്പോൾ ശരീരഭാഗങ്ങളെ കുറ്റപ്പെടുത്തും. ലിമ ഷഹിത്തും അലൈന, നിങ്ങൾ എന്തിനാ നമുക്ക് പ്രതികൂലമായി സാക്ഷ്യം നിന്നത് എന്ന്. അസമയത്ത് ശരീരഭാഗങ്ങൾ പറയുന്നത് ഖുർആന്റെ ഭാഷയിൽ അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിച്ച റബ്ബ് ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചു, പിന്നെന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രം മുതൽ നമ്മളൊരു തെറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ പശ്ചാത്തലം വരെയും സൂറത്ത് യാസീനിൻ്റെ തന്നെ ഒരു ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ, ഞാൻ ആയത്തുകളെടുത്ത് സമയം കൂടുതൽ എടുക്കണില്ല, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഈ തെറ്റ് ചെയ്ത പശ്ചാത്തലം തന്നെയും മഹ്ശറിൽ സംവിധാനിക്കപ്പെടുന്നു. കള്ളുപിടിച്ചവൻ കൂട്ടുകാരോടൊപ്പം ചേർന്ന് മദ്യപിച്ചവൻ, അവൻ ഇരുന്ന് മദ്യപിച്ച ആ ഒരു ബാറിൻ്റെയും കള്ളുഷാപ്പിൻ്റെയും പശ്ചാത്തലം തന്നെ അവിടെ രൂപപ്പെടും. നമുക്ക് നിഷേധിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടി അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ തെറ്റിന് സാക്ഷ്യം വഹിച്ച നമ്മുടെ ഡ്രസ്സുകൾ മൊത്തം നമ്മൾ ഉരിഞ്ഞു മാറ്റുകയാണ്. ഒരു തെറ്റും നമ്മൾ ചെയ്യാത്ത പുതിയ ഡ്രസ്സിലേക്ക് നമ്മൾ ഇഹ്റാം വഴി പ്രവേശിക്കുന്നു. എന്താ അതിൻ്റെ ഒരു ആശയം? ഇനിയുള്ള എൻ്റെ ജീവിതം പടച്ച റബ്ബേ 100% കൃത്യമായിരിക്കണം. ഇഹ്റാമിൻ്റെ ഡ്രസ്സ് കൂട്ടി തുന്നാൻ പറ്റില്ല. നമ്മുടെയൊക്കെ കഫം പുടവയെ പോലെ തന്നെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് 2 വെള്ളത്തുണികളാണ്. നമുക്ക് 3 വെള്ളത്തുണി കിട്ടും ഇനി മടക്കമില്ലാത്ത യാത്രയ്ക്ക് വേണ്ടി. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച സൂക്തം ഇതാണ്. സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ വാക്യം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ഭയാനകമാം ദിനം വരും, അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന്. ആ ദിവസത്തിൽ പുഞ്ചിരിച്ച് നിൽക്കാനാണ് നമ്മൾ ഹജ്ജിന് പോയത്. നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലേക്ക് കയറുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. പടച്ച റബ്ബെ, കൂട്ടിത്തുന്നാത്ത 2 ഡ്രസ്സാണ് ഇപ്പം ഞാൻ ധരിക്കാൻ പോണത്. ഇതുപോലത്തെ 3 ഡ്രസ്സ് ധരിച്ചിട്ടൊരു യാത്രയുണ്ട്. എറഞ്ഞോളി മൂസാക്കയുടെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. ആ യാത്രയിലേക്കാണ് അനുനിമിഷം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വേദിയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നതിൽ പിറകെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും 50 മിനിറ്റ് ഖബറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെയാണ് ഹജ്ജിൻ്റെ പ്രസക്തി, ഉംറയുടെ പ്രസക്തി, ഹജ്ജാനന്തര ഉംറാനന്തര ജീവിതത്തിൻ്റെ പ്രസക്തി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാക്ക് നമ്മുടെ നിയന്ത്രണത്തിലാവണം. ഹജ്ജ് സ്വീകരിച്ചു, ഉംറ സ്വീകരിച്ചു, റമദാൻ അനുകൂലമായി സാക്ഷി നിന്നു എന്നതിന് നമ്മുടെ മുമ്പിലുള്ള തെളിവെന്താണ്? മഹാജ്ഞാനികൾ, സ്വാത്വികരായ പണ്ഡിതർ പറയുന്നുണ്ട്, പൂർവാപര ജീവിതവും പൂർവ്വജീവിതവും
അനന്തര ജീവിതവും തമ്മിൽ ആത്മീകമായ വലിയ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ളത്. ഹജ്ജിന് മുമ്പ് ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കാത്ത ഹാജിയാർ ഹജ്ജാനന്തരം കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നു. ഹജ്ജിന് മുമ്പ് സംസാരം ഒരു ഹാബിറ്റായി മാറിയവൻ ഹജ്ജാനന്തരം നാക്കിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ട് പറയേണ്ട ആളൊന്നുമല്ല ഞാൻ. സ്ത്രീകളെ മാത്രം ആ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ ഞാനൊട്ട് ആളുമല്ല. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. അനാവശ്യമായ സംസാരം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉണ്ട്. 2 സ്ത്രീകൾ ഹജ്ജിന് പോയി. അയൽവാസികളാണ്. അവർ പോകുന്ന അതിൻ്റെ മുന്നുള്ള ക്യാമ്പിൽ അവർ ക്യാഷ് അടക്കാൻ പോകുമ്പോൾ, പാസ്പോർട്ട് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ സംസാരിച്ച് പിന്നെ ഹജ്ജ് യാത്രയിൽ അവർ സംസാരിച്ചു. ഒരു റൂമിൽ തന്നെ ആയിരുന്നു, വാതോരാതെ സംസാരിച്ചു 40-45 ദിവസം. മത്താഫിലും സംസാരം തന്നെ, സഴിയിലും സംസാരം. ലാസ്റ്റ് അവർ ഹജ്ജ് കഴിഞ്ഞ് വന്നു, സംസാരം നിന്നിട്ടില്ലേ. പിന്നെ അവരവരുടെ നാട്ടിലേക്ക് എത്തി. പിന്നെ ഒരാൾ മറ്റേയാളെ വിട്ട് അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ഒരാൾ മറ്റയാളോട് പറഞ്ഞത്രേ, ഇനി നമുക്ക് പിന്നെ പറയാട്ടോ, തീർന്നിട്ടില്ല എന്നർത്ഥം. ഇത് സങ്കല്പമാണ്, ഉള്ളതൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാഠഭേദമാണിത്. ഇഹ്റാമിലേക്ക് കയറുമ്പോൾ അതേ കഫംപുടവയിലേക്ക് കയറുന്നു എന്ന് വിചാരം വരണം. നമ്മൾ പാട്ട് പാടിയാൽ മതിയോ? വെള്ളലിബാസിൻ പുടവയുമേറി പുതുമണവാണൻ ചമയണം. കണ്ണെന്ന് വെള്ളം വരുന്ന പാട്ടാ. വെള്ളലിബാസിൻ പുടവയേറിയിട്ട് പുതുമണവാളനായിട്ട് ഇങ്ങനെ ചമഞ്ഞ് കിടക്കണം എന്ന്. ആ ദിവസം സന്തോഷത്തിൻ്റേതാവണം, ആനന്ദത്തിൻ്റേതാവണം. എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് നിശബ്ദമായി നിലവിളിക്കാൻ പറ്റണം നമുക്ക്. അതിനായിരിക്കണം നമ്മുടെ ആരാധനകൾ. ഓരോ ഇബാദത്തിൻ്റെയും ശേഷം അടുത്തത് അതിലേറെ ഉഷാറാക്കാനുള്ള, പെർഫെക്റ്റ് ആക്കാനുള്ള അധ്വാനം നമ്മൾ നടത്തണം. സ്ഥിരമായി ഒരു റക്അത്ത് വിത്റുസ്കരിക്കുന്നവർ ഹജ്ജ് കഴിഞ്ഞാൽ 3ഉം 5ഉം 7ഉം ആവണം. നമ്മൾ റമദാൻ മാസത്തിൽ ഖത്ം തീർത്തിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞപ്പോൾ എത്ര മാസമായി എന്നൊന്ന് കണക്ക് കൂട്ടുക. ഇതേ വരാൻ പോണു റബീഉൽ അവ്വൽ. ഇതിനിടയ്ക്ക് എത്ര ഖത്ം തീർന്നു? ഹജ്ജിന് മുന്നേ അങ്ങനെയൊക്കെ പറ്റും, ഉംറയ്ക്ക് മുന്നേ അങ്ങനെയൊക്കെ വേണേലാവാം, ചെയ്തിരിക്കണം എന്നല്ല ഞാൻ അർത്ഥമാക്കണത്. ഹജ്ജിനു ശേഷം പിന്നെ അങ്ങനെ അയക്കൂടാ. 40 ദിവസത്തിൽ ഖത്ം തീർത്തില്ലെങ്കിൽ ഖുർആനിൻ്റെ ബാധ്യത വീട്ടിയില്ലെന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 40 പോട്ടെ, ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഖുർആൻ ഖത്ം തീർത്തൂടെ? എത്ര സമയം നമ്മൾ വാട്സാപ്പിൽ കളയുന്നു എന്ന് ആലോചിക്കുക. എത്ര സമയം നമ്മൾ ഫേസ്ബുക്കിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന് ആലോചിക്കുക. അത് സംബന്ധമായ പഠനങ്ങളും കണക്കുകളൊക്കെ ഉണ്ട്. 4 വർഷം മുന്നേ മംഗളൂരിലെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ കേരളക്കാർ 4 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഡെയിലി ചെലവഴിക്കുന്നു എന്നായിരുന്നു. ഇപ്പം അത് മാറി. നിങ്ങളുടെ കൊച്ചിയിലെ ഒരു വലിയ സ്ഥാപനം നടത്തിയ പഠനത്തിൽ കേരളക്കാരൻ ശരാശരി 5 മണിക്കൂർ ഡെയിലി സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നാണ്. അതിൽ വൃദ്ധരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ കണക്കാണ്. എല്ലാ അധമത്വങ്ങളും അതുവഴി വരുന്നു. ഏറ്റവും ചുരുങ്ങിയത് റബ്ബിലേക്ക് അടുക്കുന്ന കുറേ നിമിഷങ്ങൾ പാഴായി പോകുന്നു. അതിനപ്പുറമുള്ള അനർത്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നില്ലേ. 2025 ഏറ്റവും കൂടുതൽ ഭർത്തൃമതികൾ അന്യപുരുഷന്മാരോടൊപ്പം ചാടി ഓടിപ്പോയ വർഷമാണ്. കൃത്യമായി കണക്ക് പറഞ്ഞാൽ രേഖകളനുസരിച്ച്, കേസായതനുസരിച്ച്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് 4582 പേർ. വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, സ്നേഹിക്കാൻ കുടുംബമുണ്ട്. പക്ഷേ ഇതിനേക്കാൾ മികച്ചതെന്ന് തെറ്റിദ്ധരിച്ചവർ ഇറങ്ങിപ്പോയി. സ്വാഭാവികമായും പെണ്ണുങ്ങളെ കുറ്റാണോ? അല്ല. ഇത്ര തന്നെയും പുരുഷന്മാർ അവരെ തെറ്റിക്കാൻ വേണ്ടി മുന്നിൽ നിന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെണ്ണിനെ മാത്രം പറയാൻ ഞാൻ ആളല്ല എന്ന്. എങ്ങനെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നാൽ മതി. നമ്മുടെ പെൺകുട്ടികൾ തരളിതരാൻ വീണപ്പോഴേക്ക് ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചിട്ടുണ്ട്. 14കാരികളാകുന്ന 2 പേരെ കണ്ണൂരിൽ നിന്ന് വന്ന് നിങ്ങളുടെ ഈ ഭാഗത്ത് മനോഹരമായി പീഡിപ്പിച്ച് രക്ഷപ്പെട്ട ഒരുത്തനെ കുറിച്ച്. 2 പേരെയും ഇൻസ്റ്റയിലൂടെയാണ് വളച്ചെടുത്തത്.
ആത്മീയമായ സദസ്സിൽ ആ പ്രയോഗം നടത്തുമെന്ന് പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാവണമെങ്കിൽ, ഉൾക്കൊള്ളണമെങ്കിൽ, അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ആ പ്രയോഗം തന്നെ നടത്തണം. എന്നിട്ട് വീട്ടിൽ കയറിയിട്ട് റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ സെക്സ് നടത്തിയിട്ട് പോവുകയാണ്, സുതാര്യമായി രക്ഷപ്പെടുകയാണ്. എത്ര 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 കുട്ടികളാണ് ഈ വഞ്ചതിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ആഴ്ചത്തെ പരിചയം മാത്രം കോടതിയിൽ വിഷണ്ണരായി വന്ന, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, മുഖം ഉയർത്താൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന മാതാവിനെയും പിതാവിനെയും ചൂണ്ടിയിട്ട് ഈ തള്ളയെയും തന്തനെയും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാമുകനോടൊപ്പം ഒരൊറ്റ ആഴ്ചത്തെ പരിചയം വെച്ച്, ഇൻസ്റ്റയിലെ മെസ്സേജ് വെച്ച് ഇറങ്ങിപ്പോകാൻ നമ്മുടെ മക്കൾ ദുഷ്ടരാകുന്നു. 2025 കുറേ പോരിശകൾ വേറെയുണ്ട്. കേരളത്തിൽ 15-ൻ്റെയും 24-ൻ്റെയും ഇടയിൽ എയ്ഡ്സ് എന്ന മാരക രോഗങ്ങൾ വ്യാപകമായി വർദ്ധിച്ചു വരുന്നു എന്നാണ് മിനിഞ്ഞാന്ന് വന്ന പുതിയ പഠനം. എയ്ഡ്സ് എന്ന രോഗം എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, സ്വവർഗരതി കൊണ്ട് എന്ന്. എൻ്റെ ഭാഷ മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ അതിന് വേറെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വർഗരതി എന്ന് പറയുന്നത് അടുത്ത് ഇപ്പോൾ വെള്ളിയാഴ്ചരാവെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതന്നെ പറയണ്ടേ. അത് കൂടിക്കൂടി വന്നിട്ട്, ഞാൻ സംസാരിക്കുന്നത് ആലുവയിലാണ്. ഇന്ത്യയിൽ തന്നെ ലെസ്ബിയൻ സെക്സിൻ്റെ ഐക്കണുകളായി പ്രവർത്തിക്കുന്ന 2 പെൺകുട്ടികൾ, ആഘോഷിക്കപ്പെടുന്ന 2 പെൺകുട്ടികൾ, അവരിൽ ഒരുത്തി ജീവിക്കുന്നത് ഈ ആലുവയിലാണ്. അവരാണ് ഇന്ത്യയിൽ തന്നെയും ലെസ്ബിയൻ വൃത്തികേടുകളുടെ, പെണ്ണും പെണ്ണും ചേർന്നുള്ള ലൈംഗിക ബന്ധം ഒരു കുടുംബമായി കൊണ്ടുപോകുന്നവരുടെ ദേശീയ ഐക്യൻ ആ 2 മുസ്ലിം പേരുള്ള പെൺകുട്ടികളാണ്. എന്തുകൊണ്ട് അവർ എന്നതിനെക്കുറിച്ചൊന്നും തൽക്കാലം ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എറണാകുളത്താണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗേ ദമ്പതികൾ ജീവിക്കുന്ന ഇടം, കേരളത്തിലെ ആദ്യത്തെ ഗേ ദമ്പതികൾ ജീവിക്കുന്ന ഇടം. ഗേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? ആണും ആണും തമ്മിൽ കുടുംബജീവിതം നയിക്കുന്നവർ. അവർക്ക് മാന്യത വരിക. 24 ചാനലിലൊക്കെ അവരെ മണിക്കൂറുകളോളം ഇൻ്റർവ്യൂ നടത്തുക, അവരുടെ താല്പര്യങ്ങളും അവരുടെ മോഹങ്ങളും ഒക്കെ വിശദീകരിച്ച് ആ ഇൻ്റർവ്യൂ നടത്തുന്നയാൾ അവർക്ക് മനോഹരമായ സ്ഥാനം നൽകുക. 15-ൻ്റെയും 24-ൻ്റെയും ഇടയിൽ കർണാടകയിൽ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 7000 കുട്ടികൾക്കാണ് എയ്ഡ്സ്. റിപ്പോർട്ടുകൾ എൻ്റെ മുമ്പിലുണ്ട്. 100% കൃത്യമായാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചർച്ച നടക്കുകയാണ്. കോളേജിൽ പിള്ളേരെ മൊത്തം HIV ടെസ്റ്റിന് വിധേയരാക്കണമെന്ന്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആത്മീയതയിലൂടെ ജീവിക്കാൻ നമ്മൾ പെടേണ്ടത്. 7000 ചില്ലാനം കുട്ടികൾക്ക് ഒരാഴ്ചയിൽ സെക്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുക. ഇതിൻ്റെ തൊട്ടടുത്താണ് പെരുമ്പാവൂർ. ഒരാഴ്ചയിൽ 16 പേർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഈ മാരകമായ രോഗം. 16 പേർക്ക്. അറ്റാക്ക് വന്നാൽ രോഗി പോലും അറിയില്ല എപ്പോഴാണ് മരിക്കണമെന്നുള്ളത്. ക്യാൻസർ വന്നാൽ 4ാം സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത് പോവുക, ആൾ പരിശോധനയൊക്കെ നടത്തിയിട്ട് കുറിപ്പ് എഴുതി തരും, ഇത്രാം ദിവസം ആൾ മരിക്കുന്നു. വല്ലാതൊന്നും പോകില്ല അതിൻ്റെ അപ്പുറത്തേക്ക്. എയ്ഡ്സോ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഇഞ്ചിഞ്ചായ മരണം. തീർന്നു കിട്ടൂല എന്നർത്ഥം. എല്ലാ പാൻഡമിക് രോഗങ്ങളും അയാളെ ബാധിച്ചു കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധിയായത്. ശ്വാസകോശങ്ങൾക്കിടയിൽ നമ്മുടെ വലിയ റോഡിലൊക്കെ ഉള്ള ഹമ്പ് പോലെ തുരുതുര 2 സൈഡിലും ആവരണങ്ങൾ ഉണ്ടാകും, ഹമ്പ് പോലെ. അതിനിടയിലൂടെ കഷ്ടപ്പെട്ട് ശ്വാസം വലിക്കുമ്പോൾ വിസിലൂതുന്ന ശബ്ദം വരും. നമ്മുടെ പിള്ളേരുടെ പീപ്പിള് വിഴുങ്ങിപ്പോയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ശരീരങ്ങൾ ശോഷിക്കും, കൈകാലുകൾ ഈ പരുവത്തിലേക്ക് എത്തും, വണ്ണം കുറഞ്ഞിട്ട്. ഇഞ്ചിഞ്ചായി 10 വർഷം നീണ്ടു നിൽക്കുന്ന മരണം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മീയതയെ തള്ളി ഒഴിവാക്കണോ അതോ പിന്നെയും പിന്നെയും അങ്ങോട്ട് നമ്മൾ മത്സരിച്ചു മുന്നേറണോ? എന്നെ ശ്രവിക്കുന്നവർ ആലോചിക്കുക. മൊബൈൽ ഫോൺ കൊണ്ടുണ്ടാകുന്ന അനർത്ഥത്തെയാണ് ഞാൻ പറയണത്. ഞാൻ സൂചിപ്പിച്ച സമയനഷ്ടം മാത്രം. പക്ഷെ അതിൻ്റെ അനുബന്ധമായി ഉണ്ടാകുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ ഈ സ്റ്റേജിൽ പറയാൻ പറ്റും വിധമല്ല, ശ്ലീലമല്ല, അത് തികച്ചും അശ്ലീലമാണ്. നമ്മളാകുന്ന കുറേ ആളുകൾ ഏകദേശം ആഖിറത്തിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ പ്രായമായവർ, ഹദ്ദാദൊക്കെ ചെല്ലാൻ മോഹമുള്ളവർ,
അതാത് ചെല്ലണതും ഏതോ ഒരു ക്ലിപ്പ് കണ്ടുകൊണ്ടാവുക. ഞങ്ങളെ നാടൊക്കെ എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞു കയറ്റിയിട്ട് എല്ലാവരും പന്തളിക്കാരാണ്. അതാണ് വികാരം. ഈ ലോകകപ്പ് സീസണിൽ 37 കോടി രൂപയാണ് കേരളക്കാരൻ ഫ്ലെക്സ് വെക്കാനും ജേഴ്സി വാങ്ങാനും ചെലവഴിച്ചത്. 37 കോടി രൂപ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ ഭാഗത്തൊക്കെയാണ് അതെന്ന്. ഈ പന്തളി സീസണിൽ ഞാനിടക്ക് ഈ ആലുവയുടെ ഉള്ളിലേക്ക് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുണ്ട് ഏകദേശം 10-20 മീറ്ററുള്ള വലിയ ഫ്ലെക്സുകളൊക്കെ. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഹദ്ദാദ് ചെല്ലണത് പോലും. ഇവിടെ ആത്മീയതയെ നമ്മൾ ഏത് പരിഗണന കൊടുത്ത്? 2 വള വിറ്റാൽ, ചിലപ്പോൾ 3 വള വിറ്റാൽ ഹജ്ജ് ചെയ്യാൻ പറ്റിയെന്ന് വരും. വള നഷ്ടപ്പെട്ടു എന്നത് മാത്രമാവരുത് ഹജ്ജിൻ്റെ ഫലം. സൗദി കണ്ടു എന്നുള്ളത് മാത്രമാവരുത് ഹജ്ജിൻ്റെ ഫലം. ഒരു വള ഉരിയാൽ മതി ഉംറക്ക് പോയി വരാൻ. പക്ഷെ അതൊരു ടൂറല്ല. മഹാന്മാരായ പണ്ഡിതന്മാർ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന വളരെ മനോഹരമായൊരു വാക്കുണ്ട്. അതിൽ പണക്കാരൻ പലപ്പോഴും ഹജ്ജിന് പോകുന്നത് നാട് കാണാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, മഹാനുഭാവൻ പറയുന്നുണ്ട്. ദരിദ്രൻ ചിലപ്പോൾ ഹജ്ജിന് പോകും യാചന നടത്താൻ, ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റാൻ. പണ്ഡിതന്മാർ ഹജ്ജിന് പോകും ഞാൻ കൊള്ളാലോ ഒന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ. നമ്മൾ മണ്ണിനോളം താന്നു ഹജ്ജിൽ. മുസ്ദലിഫയിൽ പോയിട്ട് കിടക്കണത് എങ്ങനെ? മെത്ത വിരിച്ചാണോ? അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് 6 കിലോമീറ്റർ മാത്രം. പക്ഷെ ബസ് കയറിയാൽ 5 മണിക്കൂർ 6 മണിക്കൂർ എടുക്കും. അതിനിടയ്ക്ക് മൂത്രം മുഴിക്കാൻ മുട്ടിയെന്ന് വരും, കാല് കാഴ്ചെന്ന് വരും. ഒരു ബസ്സിൽ കൊള്ളാവുന്നതിനധികം, നമ്മുടെ നാട്ടിലൊക്കെ പ്രിയദർശിനി ബസ് പോണത് പോലെ ആകെ 53 ആൾക്ക് കയറാൻ പറ്റും. 130 ആളുകൾ കയറിയിട്ടുണ്ടാവും. അവര് വാതിലടച്ച് സീലടിക്കും, തുറക്കണ പരിപാടിയില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ആ യാത്ര. ഇത് കേവലം ഒരു യാത്രയിൽ ഒതുങ്ങാൻ പാടുണ്ടോ? മുസ്ദലിഫയിൽ പോയിട്ട് പച്ചത്തറയിൽ കിടന്നുറങ്ങുന്നു നമ്മൾ. ചൂട് വിട്ടിട്ടുണ്ടാവില്ല. 54 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹജ്ജ് സീസണിൽ മക്കത്തും പരിസരത്തുമുള്ള ഊഷ്മാവ്. ഇങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്തത് ഒരു യാത്രയായിട്ട് തീരാൻ പാടില്ല. സമൂലം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഫലം ഉണ്ടാവണം. നമ്മൾ വിശുദ്ധരാവണം എന്നർത്ഥം. ഞാൻ എന്നോട് സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കേൾക്കുക മാത്രം ചെയ്യുക, പറ്റുമെങ്കിൽ സ്വീകരിക്കുക. ആരെയും ഉപദേശിക്കാനോ അല്ലെങ്കിൽ കൽപ്പിക്കാനോ ഞാനാളല്ല. നമ്മുടെ ഹജ്ജിൻ്റെ ആ കാലത്തുണ്ടായിരുന്ന നമ്മുടെ ആ ചൈതന്യം സാധുമാരുടെ ക്ലാസ് കേൾക്കുമ്പോൾ, കഅബൻ്റെ അടുത്തിങ്ങനെ എത്തുമ്പോൾ, ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ച ആ സായുജ്യം എവിടെ പോയി എന്നൊന്ന് ആലോചിക്കുക. കഅബ മാറരുത് നമ്മുടെ മനസ്സിൽ നിന്ന്. നോമ്പിനെ കുറിച്ച് ചില തസൗഫിൻ്റെ കിതാബിലൊക്കെ കാണാം. പൂർവികർ നോമ്പ് നോറ്റാൽ 6 മാസത്തോളം സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു. പിന്നെയുള്ള 4-5 മാസമോ അടുത്ത റമദാൻ എത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന. നോമ്പ് അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിയാറില്ലായിരുന്നു എന്ന്. ഹജ്ജ് ചെയ്തോനോ ജീവിതത്തിലുടനീളം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം, പടച്ച റബ്ബേ എൻ്റെ ഹജ്ജ് നീ സ്വീകരിക്കണമേ എന്ന്. പടച്ചോനെ എൻ്റെ ഉംറയെ നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആ ഹജ്ജ് ചെയ്തതിൻ്റെ ഓർമ്മ പല പ്രാവശ്യം ഓരോ ദിനവും നമ്മുടെ തലച്ചോറിനെ സ്പന്ദിച്ചു കൊണ്ടിരിക്കണം. ആ ഒരു ഇലക്ട്രിക് പ്രവാഹത്തിൽ നമ്മൾ തരളിതരാവണം. വൃത്തികേടിൽ നിന്ന് മാറണം, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാകണം. സഹോദരനോടുള്ള പൊറുതിയിൽ, സഹകരണ ജീവിതത്തിൽ ആത്മീയത മുന്നിൽ വെക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ കർമ്മം അவ்விധത്തിലാക്കിയത്. ഹജ്ജിൻ്റെ ഓരോ കാര്യത്തെയും കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അത് ഹാജറ ബീവി നടത്തിയ ആ ഒരു ജീവത്യാഗത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ സഫാ മർവയ്ക്കിടയിലൂടെ 7 പ്രാവശ്യം നടന്നു. തീർന്നോ എന്ന് കരുതിയാണോ നടക്കേണ്ടത്? ഒന്നായി, ഇനി ആകെ 6. ആ രീതിയിലാണോ നടക്കേണ്ടത്? തവക്കുലിൻ്റെ സമ്പൂർണമായൊരു പരിശീലനമായിട്ട് അത് മാറ്റണം നമ്മൾ.
കാരണം ഹജറ ബീവി ആരാരുമില്ലാത്തിടത്ത് മരിക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞു പൈതലിന് വെള്ളം അന്വേഷിച്ചോടിയതിൻ്റെ തപ്തമായ ഓർമ്മപ്പെടുത്തലാണ് ആ ഒരു സഅയ്. വർദ്ധാനം പറഞ്ഞ അങ്ങനെ നടക്കുക. ഇനി എത്ര ഉണ്ടടി എന്ന് ചോദിക്കുക. ഇനി 3 കൂടി. ഓ, ഇനി 3 ഉണ്ടോന്ന്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കർമ്മത്തെ, ഹജ്ജിൻ്റെ ഭൂമികയിൽ ഏതെങ്കിലും ഒരു സ്തംഭത്തെ ഏതെങ്കിലും തലത്തിൽ ഒരു വെറുപ്പിൻ്റെ രീതിയിൽ ചിന്ത, വാക്ക്, പ്രവൃത്തി ഒന്നും സംഭവിക്കാൻ പാടില്ല. നമ്മൾ ചെല്ലുമ്പോഴേക്കും ബാത്റൂം ഫ്രീ ഒന്നും ഉണ്ടാവില്ല. കാത്തുകെട്ടി നിൽക്കേണ്ടി വരും. വിസർജനത്തിനുള്ള ശക്തമായ പ്രഷർ സഹിച്ചുകൊണ്ട് തന്നെ. എന്താ ഇയാൾക്കൊന്ന് നേരത്തെ ഇറങ്ങിപ്പോയാൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മദീനയിലേക്കൊക്കെ എത്തുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ഒരു വല്ലാതെ സ്നേഹിച്ച മദീന മണ്ണിൻ്റെ ഏതെങ്കിലും ഒരു തരിയെ മോശപ്പെടുത്തി നമ്മൾ സംസാരിച്ചുകൂടാ. ഇവിടെ ആകെ പ്രാവിൻ്റെ കാഷ്ടാണ് എന്ന് വിമ്മിട്ടം പറഞ്ഞുകൂടാ. ഇവിടെ ഹോട്ടലിൽ ഭയങ്കരമായ റഷാണെന്ന് പറഞ്ഞുകൂടാ. ക്യാൻറ്റീനിൽ ഫുഡിന് കാത്തു നിൽക്കണമെന്ന് വിഷമം പറഞ്ഞുകൂടാ. സഹിക്കാനുള്ള ദീർഘമായ പരിശീലനമാണ് ഹജ്ജും ഉംറയും. മദീനയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹിൻ്റെ റസൂൽ ഒരു വല്ലാതെ ഇഷ്ടപ്പെട്ട ഭൂമികയാണത്. ഹിജ്റാനന്തരം സഹാബി വര്യന്മാർക്ക് മദീന പിടിച്ചില്ല. സ്വാഭാവികം. അവർ മക്കയെക്കുറിച്ച് കവിത പാടി നടന്നു. മക്കയിലെ മണൽ കാറ്റിനെക്കുറിച്ച്, ചെണപ്പുല്ലിനെ കുറിച്ച്, ഈന്തപ്പനകളെ കുറിച്ച്. പനി പിടിച്ചു. വല്ലാത്തൊരു രംഗം. ഹിജ്റ പോയതാണ്. മക്കയെക്കുറിച്ചുള്ള നൊസ്റ്റാലജിയ മാറണില്ല. ഇതങ്ങനെ പോകുന്നത് ഗുണപ്രദമാകില്ലെന്നുള്ളാൻ്റെ റസൂൽ അവർക്ക് മനസ്സിലായി. അവിടുന്ന് ദ്വാരൊന്നു, പടച്ചോനെ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബ്ബബ്ത ഇലൈന മക്ക. നിന്റെ മക്ക മുക്കറം ഞങ്ങൾക്ക് എത്രമേൽ പ്രിയമായോ അപ്രകാരം ഞങ്ങളുടെ മദീനയും നീ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തി തരണമേ. മദീനയിലെ ഓരോ വസ്തുവിനെയും കുറിച്ച് റസൂൽ മഹത്വം പറഞ്ഞു. ഉഹദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് പർവ്വതത്തിന് നമ്മെ ഇഷ്ടമാണ്, നമുക്ക് ഉഹദിനെയും ഇഷ്ടമാകാം എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവഴി എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പഠിച്ചു വരണം നമ്മൾ. നമ്മുടെ വീട്ടിൽ മുസഹഫ് ഉണ്ട്, ഖുർആനുണ്ട്. അത് മേശപ്പുറത്ത് അലസമായിട്ടിരിക്കുന്നു. പാടുണ്ടോ? എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്ന് ഹജ്ജ് പഠിപ്പിക്കുകയാണ്, ഉംറ പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ മുസഹഫ് നമ്മൾ കാല് വയ്ക്കുന്ന, ഉണ്ണാൻ ഉപയോഗിക്കുന്ന മേശപ്പുറത്ത് അലക്ഷ്യമായിട്ടിടാൻ പാടുണ്ടോ? ഇല്ല. പണ്ടങ്ങാണ്ട് ഹജ്ജിന് കൊണ്ടുവന്നപ്പോൾ നല്ലൊരു സൂപ്പറായ മുസഹഫ് ഇട്ടിട്ടുണ്ട്. തുറന്നു ആധാറൊന്നുമില്ല. എന്നാൽ അതിൽ ആധാർ കാർഡ് സൂക്ഷിക്കാമെന്ന് പറയാൻ പറ്റുമോ? ആധാർ കാർഡ് സൂക്ഷിക്കാമെന്ന് പറയാൻ പറ്റുമോ? നമ്മളെന്തോ ഒരു ഫയല് നമ്മുടെ ആ ഒരു അൽമാറയിൽ വെച്ചു, അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചു. അത് പാറാതിരിക്കാൻ മുസഹഫ് കയറ്റി വെക്കാൻ പറ്റുമോ? ഇതെന്താ, പേപ്പർ വെയിറ്റ് ആണോ? എന്തിനധികം സുന്നത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സാധനവും. ഇപ്പം തൊപ്പി കാലുകൊണ്ട് ചവിട്ടാൻ പാടുണ്ടോ? തൊപ്പി വീണു കാലുകൊണ്ട് പൊക്കാൻ പാടുണ്ടോ? കാലുകൊണ്ട് പൊക്കാൻ പാടുണ്ടോ? മദീനയിലൂടെ ഇത്തിരി ശബ്ദം കേൾക്കരുതെന്ന് കരുതിയിട്ട് വളരെ പ്രയാസപ്പെട്ട് മുൻവിരലുകളിൽ പമ്മി നടന്ന പൂർവികരെ നമ്മൾ ഓർക്കണം. അല്ലാണ്ട് റസൂലിൻ്റെ അടുത്തേക്ക് സിയാറത്തിന് പോവില്ല എന്ന് സ്നേഹം കൂടിയിട്ട് തീരുമാനിച്ചവരെ നമ്മൾ അറിയണം. കാരണം അവിടെ എത്തിയാൽ കൽബ് പൊട്ടിപ്പോകും, പരിധി ലംഘിച്ചു പോകും, നിയന്ത്രിക്കാൻ കഴിയില്ല. സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറഞ്ഞൊരു വാക്യമുണ്ട്, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അള്ളാഹിൻ്റെ റസൂലോരുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സദസ്സിലേക്ക് വരാത്ത ഖതീബുർ റസൂൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കണം. റസൂലിൻ്റെ സദസ്സിക്ക് പിന്നെ വന്നില്ല ആൾ. നബി ശ്രദ്ധിച്ചു, സാബിത്തിനെ കാണാനില്ലല്ലോ. നബി ശ്രദ്ധിച്ചു, സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ലല്ലോ എന്ന്. ആളെ പറഞ്ഞു വെച്ചു, എന്ത് പറ്റിയെന്ന്. വീട്ടിലെത്തി നോക്കുമ്പോൾ ശരീരം ശോഷിച്ച് പനി പിടിച്ച് വല്ലാതെ ബേജാറായി നിൽക്കുന്ന സാബിത്ത് ബിൻ ഖൈസിനെ കാണുന്നു.
സാബിയോരും പോയിട്ട് റിപ്പോർട്ട് കൊടുത്തു. വിളിച്ചുകൊണ്ട് വരാൻ റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞയച്ചു. ഞാൻ വരില്ലെന്ന് അദ്ദേഹം വാശി പിടിച്ചു. അള്ളാൻ്റെ റസൂൽ പ്രത്യേകം ആളെ നിർണയിച്ച് വിളിച്ചു കൊണ്ടുവന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഹബീബായ നബി തങ്ങളുടെ കാൽച്ചുവട്ടിലിരുന്നു സാബിത്ത് ബിനു ഖൈസ്. എന്തേ പിണക്കെന്ന് ചോദിച്ചു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലല്ല റസൂലേ എന്നവിടുന്ന് തിരുത്താൻ ശ്രമിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഇറങ്ങിയല്ലോ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശബ്ദത്തേക്കാൾ ശബ്ദം പൊങ്ങരുത് എന്ന് ഒരു വാക്കിറങ്ങിയല്ലോ ഖുർആനിൽ. അറിയാമല്ലോ എൻ്റെ ശബ്ദം ഗാംഭീര്യമുള്ളതാണ്, ഭയങ്കര ശബ്ദമാണ്. ഞാൻ ഇത്തിരി പറഞ്ഞാൽ പോലും നല്ല സൗണ്ട് ഉണ്ടാകും. അങ്ങനെ എൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞല്ലോ എന്ന് ആലോചിച്ചാണ് അങ്ങയുടെ സദസ്സിലേക്ക് ഞാൻ വരാതിരുന്നത്. മുത്തറസൂൽ ചേർത്ത് പിടിച്ചു. അങ്ങ് സ്വർഗത്തിൻ്റെ ആളാണെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അത് അങ്ങയെക്കുറിച്ചില്ലെന്ന് പ്രത്യേകം പറഞ്ഞു. ഈ ശബ്ദം കൊണ്ട് വിപ്ലവം രചിച്ചയാൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഒന്നാമതായി നടന്ന സൈനിക നടപടി യമാമ യുദ്ധം, മുസൈലിമത്തുൽ കദ്ദാബുമായുള്ള. റസൂലുള്ളാഹി വഫാത്തായതിൻ്റെ തീഷ്ണമായ ദുഃഖം കാരണം സഹാബാ കിറാം പതറിപ്പോയി. ആ യുദ്ധത്തിൽ തോൽവിയുടെ വക്കോളമെത്തി. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെപ്പോലും മുസൈലിമയുടെ 2 ലക്ഷം വരുന്ന പട്ടാളക്കാരിൽ ചിലർ അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക സമൂഹം തോൽവിയെ അഭിമുഖീകരിച്ചു. അള്ളാഹിൻ്റെ റസൂൽ ഒരു വഫാത്തിന് മുന്നേ നിർണയിച്ചതായിരുന്നു 20കാരനാകുന്ന ഉസാമത്ത് ബിൻ സൈദ് ബിനുൽ ഹാരിസയുടെ നേതൃത്വത്തിൽ യമാമയിലേക്കുള്ള പടയോട്ടം. ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഞാൻ എൻ്റെ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കാം. ചിന്ന ഭിന്നമായി ഇസ്ലാമിൻ്റെ അണി. അവരുടെ മുന്നിൽ ഹബീബായ റസൂലിനെ കുറിച്ചുള്ള തപ്തമായ ആലോചനകളായിരുന്നു. റസൂലില്ലാത്ത ആദ്യത്തെ യുദ്ധം. ആർക്ക് വേണ്ടി നമ്മൾ പോരാടണം? ഹൃദയത്തിൻ്റെ കഷ്ണം, ആത്മാവിൻ്റെ സംഗീതം. നമ്മെ നാമാക്കിയ ആ അന്ധകാരത്തിൻ്റെ ചളിക്കുഴിയിൽ നിന്ന് പ്രകാശത്തിൻ്റെ ധവളിമയിലേക്ക് നമ്മെ കൈപ്പിടിച്ചുയർത്തിയ ഹബീബായ റസൂലോരില്ലാതെ ആർക്ക് യുദ്ധം ചെയ്യണമെന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോയി. ഇസ്ലാമിക സമൂഹം തോൽക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഖത്തീബുർ റസൂൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള ഒരു കൊച്ചു പാറപ്പുറത്ത് കയറിയിരുന്നു. തൻ്റെ ഉജ്ജ്വലമായ, ഗംഭീരമായ, ആകർഷണീയമായ ശബ്ദത്തിൽ അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു. വിശ്വാസികളെ, അള്ളാഹിൻ്റെ റസൂലോരുടെ കാലത്ത് നമ്മൾ ഇങ്ങനെയായിരുന്നു അവിടത്തേക്ക് വേണ്ടി, ദീനിന് വേണ്ടി പോരാട്ടം നടത്തിയത്. ഞാൻ ഇറങ്ങാൻ പോവുകയാണ് മുന്നിൽ. എന്നെ അനുഗമിച്ച് സ്വർഗം നേടാൻ ആരാഗ്രഹിക്കുന്നു എന്നെ തുടരുക. ആ ഒരു പ്രഭാഷണം യുദ്ധത്തിൻ്റെ ഗതി മാറ്റി. ഇസ്ലാമിക സമൂഹം 40 ഗ്രൂപ്പായിട്ട് മാറി. ഖാലിദ് ബിൻ വലീദ് അവിടുത്തെ യുദ്ധതന്ത്രജ്ഞത സമ്പൂർണ്ണമായി പുറത്തെടുത്തു, പ്രകടിപ്പിച്ചു. അവസാനം മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ 2 ലക്ഷം ഭീകരന്മാർ തോറ്റു തുന്നം പാടി. ഈ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവാണ് തൻ്റെ അനുഗ്രഹമായ ഘനഗംഭീരമായ ശബ്ദം റസൂലിൻ്റെ മുന്നിൽ നിന്ന് പ്രകടിപ്പിക്കുമ്പോൾ അത് നബിയേക്കാൾ മുകളിലായിട്ട് അമല് പോകുമെന്ന് കരുതി ഭയപ്പെടുന്നത്. റൗദയിൽ വെച്ചിട്ട് ഫോണ് വിളിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഒച്ചത്തിൽ. ഇതേ ഞങ്ങൾ വന്നു ഒന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ നബിക്ക് സലാം പറയണ്ടേ, ഇവിടെയാണ് നമ്മൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സലാം പറയണ്ടേ. അപ്പോൾ അവിടുന്ന് പറയും കേൾക്കണില്ലല്ലോ. അപ്പോൾ നമ്മൾ ശബ്ദത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. വീഡിയോ ഫുള്ള് നമ്മൾ ലൈവായിട്ട് നമ്മുടെ കുടുംബത്തിലേക്ക്, കുടുംബ ഗ്രൂപ്പിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. 100% ശ്രദ്ധ എവിടെയാണ്? ഇതിൻ്റെ ഫോക്കസ് തെറ്റിപ്പോകരുത് എന്നുള്ളിടത്ത്. ഇത് ശ്രദ്ധ വിട്ടുപോകരുതെന്ന് കരുതിയിട്ട് ഇവിടെയാണ് 40 കൊല്ലം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു യുദ്ധറസ് നടത്തിയത്. ആ 40 വർഷവും മദീനയുടെ അതിർത്തി വരെ അവിടുന്ന് കുതിരപ്പുറത്ത് വരും. അതിർത്തി എത്തിയാൽ ചാടി ഇറങ്ങും. ചൂട് പിടിച്ച മദീനയുടെ മണലിലൂടെ. അന്ന് കാല് ചൂടാവാത്ത വെള്ളമാർബിളില്ല. മദീനയുടെ ചൂട് പിടിച്ച മുറ്റത്തിലൂടെ മഹാനുഭാവൻ നഗ്നപാതനായി, ചെരുപ്പിടാതെ, ഹുഫയിടാതെ, ഷൂ ഇടാതെ നടന്നു വരും. അള്ളാഹിൻ്റെ റസൂലോരുടെ ഷറഫാക്കപ്പെട്ട ശരീരം വിശ്രമിക്കുന്ന ഈ മദീന മണ്ണിൽ എങ്ങനെ മാലിക് ബിൻ അനസിന് ചെരുപ്പിടാൻ പറ്റുകയെന്ന മഹാനുഭാവൻ ആലോചിച്ചത്. നമ്മൾ പരമാവധി റോലൻ്റെ അടുത്ത് വരെ ചെരുപ്പിടാൻ തീരുമാനിക്കും. അവിടെ എത്തിയിട്ട് ആ പള്ളിക്ക് കയറുമ്പോൾ, ഇപ്പോൾ റോദയിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
ടിക്കറ്റൊക്കെ എടുത്ത് മീൻസ് ആപ്പിലൊക്കെ നമ്മൾ പാസ്സായി ആ സമയത്ത് നമ്മൾ എത്തുമ്പോൾ അതുവരെയെങ്കിലും പള്ളിക്കട് കയറുന്നത് വരെ ചെരുപ്പിടാന്ന് വിചാരിക്കും. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയുടെ അതിർത്തിയിൽ നിന്ന് ചെരുപ്പിടാൻ കഴിയില്ല. ഇതാണ് നമ്മിൽ വരേണ്ട മാറ്റം. വെയിൽ കൊണ്ട് പതച്ച് നിൽക്കണ മണ്ണിൽ ചെരുപ്പിടാതെ ചവിട്ടണം എന്നൊന്നല്ല ഞാൻ പറയേണ്ടത്. ആ അദബ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സീസണിൽ നടക്കുന്ന പ്രത്യേകമായ ചടങ്ങാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിലുടനീളം ഹജ്ജ് വേണം. അല്ലാൻ്റെ റസൂലവരുടെ ഖബർ ഷെരീഫ് സിയാറത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിലുള്ളൊരു അനുഭവമായി ആരും ചുരുക്കിക്കെട്ടരുത്. ആ ഒരു അനുഭൂതി നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. തെറ്റ് ചെയ്യാൻ പ്രേരണ വരുമ്പോൾ, മൊബൈൽ ഫോൺ എടുത്തിട്ട് നെറ്റ് ഓണാക്കുമ്പോൾ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും നമുക്ക് മെസ്സേജ് വരുമ്പോൾ, കാണാൻ പാടില്ലെന്ന് അവിടുന്ന് നിരോധിച്ച ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവാൻ ഹജ്ജിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മബ്റൂറായ ഹജ്ജിൻ്റെ അടയാളം ദുന്യാവിനോട് വിമുഖത കാണിക്കലും ആഖിറത്തിലേക്ക് ആഹ്ലാദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മടങ്ങലുമാണ്. ദുന്യാവിനോട് വിമുഖത കാണിക്കണം, ആഖിറത്തിലേക്ക് സന്തോഷത്തോടുകൂടെ മടങ്ങാനുള്ള ആ ഒരു തീരുമാനത്തിലാവണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ആഖിറത്തിലേക്ക് മടങ്ങുക എന്നുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അനർത്ഥങ്ങൾക്ക് സമയം കിട്ടുമോ? അനർത്ഥങ്ങൾക്ക് സമയം കിട്ടുമോ? എന്തെങ്കിലും കാരണവശാൽ ഒരാൾ നാളെ 6 മണിക്ക് തൂക്കിലേറ്റപ്പെടും എന്നൊരു തീരുമാനം വന്നു എന്ന് സങ്കല്പിക്കുക. ഇന്ന് അയാൾക്ക് നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഉറങ്ങാൻ സമയം കിട്ടുമോ? ഇല്ല. അത് നാളെ 6 മണിക്കാണ്. ഈ പ്രഭാഷണം പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിക്കാൻ, പക്ഷെ ഉറപ്പിക്കാൻ പാടില്ല. ഇത് കേട്ട് നമ്മുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമെന്ന് എന്നെ ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ ആരും തെറ്റിദ്ധരിക്കരുത്. ഏത് നിമിഷവും പോകാനുള്ളവരാണ് നമ്മൾ. മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണമെന്ന് മുസാഫർ അഹമ്മദിൻ്റെ കവിത പാടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല. നമുക്ക് കൊണ്ടുപോകാനുള്ള അമലുകൾ നമ്മൾ കൃത്യമായി സംവിധാനിച്ചിരിക്കണം, തയ്യാറാക്കിയിരിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ആഡംബരങ്ങളിൽ നിന്നും മാറണം, അഹങ്കാരങ്ങളിൽ നിന്നും അലങ്കാരങ്ങളിൽ നിന്നും മാറണം. ജീവിതമെന്നാൽ അടിച്ചു പൊളിച്ച് തീർക്കാനാണ് എന്ന പുതിയ കാല ട്രെൻഡിൽ നിന്ന് 100% വിട്ടു നിൽക്കണം. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണം നടത്തുന്ന കാലത്ത് തലാണ ഉപയോഗിക്കില്ലായിരുന്നു. അവിടത്തേക്ക് ബെഡോ പേരിനൊരു പായ പോലുമില്ലായിരുന്നു. അവിടുന്ന് ഈത്തപ്പനയുടെ ഓല വെട്ടിയിടും, അതിൽ മലർന്നു കിടന്ന് സുഖമായി ഉറങ്ങും. സഹാബികളുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഒരു തലയണ നിർമ്മിച്ചു കൊടുക്കണം. വീട് പട്ടിണിയാണ്, അവിടുത്തോട് ശമ്പളം വാങ്ങാൻ നിർബന്ധം വെക്കണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ശമ്പളം കൊടുക്കണം. തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ ഇത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയണം. ആര് പറയും? തീരുമാനത്തിനും ചർച്ചയ്ക്ക് മുന്നിൽ നിന്നോടൊക്കെ ഇങ്ങനെ പതിയെ പതിയെ എസ്കേപ്പായി. ഉമർ റളിയല്ലാഹുവിനോടാണ് ഇത് പറയേണ്ടത്. അവസാനം ഒരു ഹിക്മത്ത് അവർ കണ്ടുപിടിച്ചു. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ, മുത്ത് റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഒരാൾ, അവരെ കൊണ്ട് പറയിപ്പിക്കാം. കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ മോളാണെങ്കിൽ പോലും ഉമർ റളിയല്ലാഹുവിനെ ആദരിക്കേണ്ട, ഉമർ റളിയല്ലാഹുവിൻ്റെ ഉമ്മയായ സ്ഥാനം കൊണ്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഉമ്മയായ അവരെ കൊണ്ട് പറയിപ്പിക്കാം. ഹഫ്സ റളിയല്ലാഹു അൻഹ ഇവരുടെ സമ്മർദ്ദം കൊണ്ട് പിതാവിൻ്റെ മുന്നിലെത്തി. അവിടത്തേക്ക് പറയാൻ കിട്ടണില്ല. വിങ്ങി വിങ്ങി നിൽക്കുകയാണ്, ചുണ്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് ആവുന്ന പിതാവ് പ്രോത്സാഹിപ്പിച്ചു. എന്തേ മോളെ, പറയൂ പറയൂ. വിങ്ങി വിങ്ങി മഹദി ആ കാര്യം പറഞ്ഞൊപ്പിച്ചു. മോള് പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ ജിജ്ഞാസയോടുകൂടെ വിടർന്ന കണ്ണുമായി നിന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കണ്ണ് തളർന്നു, മുഖം വാടി, ശരീരം ചുമന്നു തുടുത്തു, തല താഴ്ത്തിയിരുന്നു, ഏങ്ങലടിച്ച് കരഞ്ഞു, ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കുറേ നേരം കരഞ്ഞിട്ട് തലയുയർത്തി, മോളെ, ഈ ആവശ്യവുമായി നിന്നെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചവർ ആരാണെന്ന് മഹാൻ ചോദിച്ചു.
ഹഫ്സ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പതുക്കെ എഴുന്നേറ്റിട്ട് മോളെ കരം കവർന്നിട്ട് മുഖത്തേക്ക് നോക്കിയിട്ടൊരു കാര്യം പറഞ്ഞു. ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാകുന്ന സിദ്ദീഖ് തങ്ങളും മുത്തറസൂലും ഒന്നിച്ചൊരു യാത്ര തുടങ്ങിയവരാണ് മക്കളെ. ഞങ്ങൾ ഒന്നിച്ചൊരു യാത്ര ആരംഭിച്ചതാണ്. എൻ്റെ നേതാക്കൾ രണ്ടുപേരും ലക്ഷ്യസ്ഥാനത്ത് സമ്പൂർണമായ ആനന്ദത്തോടുകൂടി എത്തിച്ചേർന്നു. ഇനി ഈ ഞാൻ, നിസ്സാരനായ ഞാൻ, അള്ളാഹിൻ്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉപയോഗിക്കാത്തൊരു സൗകര്യവും ഒരു ഭൗതികമായ സംവിധാനവും എനിക്ക് വേണ്ട മോളെ. തലയണ എന്നൊക്കെ പറയുമ്പോഴേക്ക് നല്ല അടിപൊളി വാഷബിളായ വലിയ കമ്പനിയുടെ എന്തെങ്കിലും തലയണമെന്ന് ആരും മനസ്സിലാക്കരുത്. ഒരു പഴയ തുണിക്കഷ്ണം വിരിക്കുക, ഈത്തപ്പനയുടെ ഓല കീറി കഷ്ണിച്ച് അതിൽ നിറച്ചിടുക, എന്നിട്ട് കൂട്ടിക്കെട്ടുക, ഈ കെട്ടുള്ള ഭാഗം മടിയിലാക്കി മുകൾ ഭാഗം അമർത്തി വയ്ക്കുക. ഇതാ തലയണ. അള്ളാഹിൻ്റെ റസൂലോർക്കും എനിക്കുമില്ല, സിദ്ദീഖ് തങ്ങൾക്കും ഇല്ലാത്ത ഒരു സൗകര്യവും എനിക്ക് വേണ്ട മോളെ. ഉമർ ഫാറൂഖ് തങ്ങൾ ഓർത്ത് കാണും, ഒരു ദിവസം ഉച്ചയ്ക്ക് മുമ്പ് അള്ളാഹിൻ്റെ റസൂൽ ഒരു കൈലൂല തുറങ്ങുമ്പോൾ ഉമർ ഫാറൂഖ് തങ്ങൾ കയറി ചെന്നു. റസൂലിൻ്റെ ആ റൂമിലുള്ളത് അവിടുന്ന് വിരിച്ചു കിടക്കുന്ന ഈത്തപ്പനയുടെ ഒരു മെട്ടൽ മാത്രം. ഒരു തൊലുപാത്രത്തിൽ ഇത്തിരി വെള്ളമുണ്ട്, ഊറക്കിടാൻ പറ്റുന്ന വീര്യം കൂടിയ ചില ഇലകൾ ഒരു മൂലയിൽ കൂട്ടി വെച്ചിട്ടുണ്ട്, മറ്റൊരു സാധനമില്ല. ലോകത്തിൻ്റെ നായകർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സയ്യിദന ഉമർ അൽ ഫാറൂഖ് തങ്ങൾ അറിയാതെ കരഞ്ഞുപോയി. ശബ്ദം കേട്ട അള്ളാഹിൻ്റെ റസൂൽ ഞെട്ടി ഉണർന്നിട്ട് എന്ത് പറ്റിയെന്ന് ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് ചോദിക്കുന്നു. ഉമർ അൽ ഫാറൂഖ് തങ്ങൾ വിഷമിച്ച് കാര്യം പറയുന്നു. കിസ്റ കൈസർ എത്രമേൽ അലങ്കാരത്തിലും ആഡംബരത്തിലുമാണ് ജീവിക്കുന്നത്. അവർക്ക് വെഞ്ചാമരം വീശാൻ സുന്ദരികൾ, നല്ല വിഭവസമൃദ്ധമായ സദ്യ, നല്ല പട്ടുമെത്തകൾ, കാവൽക്കാർ, കോട്ടയുടെ സുരക്ഷിതത്വം, എന്തെല്ലാം അലങ്കാരങ്ങൾ. അള്ളാഹിൻ്റെ റസൂലെ, ലോകത്തിൻ്റെ നായകൻ, ഈ മഹാണ്ടകടാഹം സൃഷ്ടിക്കാൻ കാരണക്കാരനാവുന്ന അങ്ങ് ഈത്തപ്പനയുടെ മെട്ടലിൽ കിടന്നിട്ട് വേർത്തൊലിച്ച് തലണ പോലും വെക്കാതെയുള്ള കഷ്ടപ്പാട് കണ്ടപ്പോൾ കരഞ്ഞുപോയി. ഉമർ ഫാറൂഖ് തങ്ങളെ ചേർത്ത് പിടിച്ച് മുത്തറസൂൽ പറഞ്ഞു, അമാത്തുള്ളായ ഉമർ, അങ്ങേക്ക് ഇഷ്ടമല്ലേ ഉമറെ നമുക്ക് പരലോകത്ത് സർവാനന്ദങ്ങളും വന്നു ഭവിക്കുന്നതും ഈ ഭൗതികമായ അലങ്കാരങ്ങളിൽ കൂടി തീർന്നവരുടെ എല്ലാ സന്തോഷങ്ങളും ഈ ദുന്യാവിൽ അവസാനിച്ചു പോകുന്നതും? ഉമർ ഫാറൂഖ് തങ്ങൾ ഇത് ആലോചിച്ച് കാണും. പ്രിയപ്പെട്ട ഹഫ്സയുടെ മുമ്പിൽ മഹാനായ ഉമർ ഫാറൂഖ് ഏങ്ങിക്കരഞ്ഞുകൊണ്ടൊരു കാര്യം കൂടെ പറഞ്ഞു. മോളെ, നിൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ അഭിമാനപുത്രൻ അബ്ദുല്ലാഹിബിൻ ഉമറിനോട് അള്ളാഹിൻ്റെ റസൂലോര് പറഞ്ഞൊരു കാര്യം നീ പെട്ടെന്ന് മറന്നുപോയോ? എൻ്റെ പ്രിയപ്പെട്ട പുത്രൻ്റെ രണ്ട് ചുമലിലും കൈവച്ച് കണ്ണുകൊണ്ടുടക്കിയിട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അള്ളാഹിൻ്റെ റസൂലോര് പറഞ്ഞു, കും ഫിദ്ദുന്യാക അന്നക ഗരീബ് അവ ആബിറു സബീൽ വഅദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. നീ ഒരു യാത്രക്കാരനെ പോലെയാണ് ഇവിടെയുള്ള ജീവിതം, എപ്പോഴും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കൊതിച്ചുകൊണ്ട്. ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവണം. ആബിറു സബീൽ ഗരീബ്, ഒരു വിദേശിയെ പോലെ ആവണം. ആബിറു സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. മിൻ അസ്ഹാബിൽ ഖുബൂർ, കബറാളികളുടെ കൂട്ടത്തിൽ നീ നിൻ്റെ ശരീരത്തെ എണ്ണിക്കണക്കാക്കണം. ഇത് നിൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് അള്ളാഹിൻ്റെ റസൂൽ ഒരു പറഞ്ഞത് നിനക്കും അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ എന്നോട് ശമ്പളം വാങ്ങണം എന്ന് പറയാൻ വന്നേ? എന്നിട്ടാണോ എനിക്ക് തലയണ നിർമ്മിച്ച് തരാൻ വന്നേ? അള്ളാഹിൻ്റെ റസൂൽ ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ചു വളർന്ന സയ്യിദന ഉമർ ഫാറൂഖ് തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഓരോരുത്തരുടെ ജീവിതം അങ്ങനെയായിരുന്നു. പിൽക്കാലക്കാരങ്ങനെയായിരുന്നു. മഹദിയാവുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്കറിയാം. വിവിധ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കാര്യത്തിൻ്റെ ഏറ്റവും മിനിമം രൂപം ഞാൻ പറയാം. സ്വന്തം ഖബർ കുഴിപ്പിച്ചിട്ട് അതിലിറങ്ങി നിന്ന് 300 ഖത്തം തീർത്തു മഹദി. സ്വന്തം ഖബർ കുഴിപ്പിച്ച് അതിലിറങ്ങി നിന്ന് 300 ഖത്തം.
1000 ഖത്തം എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 അടി മണ്ണിനടിയിൽ കയറി 1000 ഖത്തം ഓതി എന്ന് മാലയിൽ പറയുന്നുണ്ട്. 1000 ഓതിയിട്ടുണ്ടാകും മഹദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഖബറിൽ നിന്ന് അവർ ഓതിയ ഖത്തമിൻ്റെ ഏറ്റവും മിനിമം റിപ്പോർട്ട് 300 ഖത്തം. ജീവിതത്തിൽ ഇതുവരെയായിട്ട് 100 ഖത്തം ഓതിയ നമ്മളിൽ എത്ര പേര് കാണും? ഖബറിൽ ഇറങ്ങണ്ട, AC റൂമിലിരുന്നിട്ട്, നല്ല നല്ല മിനുമെനത്ത പെപ്സിൻ്റെ ബെഡിലിരുന്നിട്ട്, ചാരി ഇരിക്കാൻ സൗകര്യമുള്ള കുഷ്യനുള്ള നല്ല സോഫയിലിരുന്നിട്ട് മിനിമം 100 ഖത്തം ഓതിയവർ എത്ര പേരുണ്ടാകും? നമ്മൾ ആലോചിക്കുക. 1000 ഖത്തം എന്ന് വെച്ചാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ അന്നാസ് വരെ 1000 പ്രാവശ്യം ഖബറിലിരുന്ന് ഓതി തീർക്കുക. അവർ നമ്മളെപ്പോലെ മനുഷ്യയായിരുന്നു, മജ്ജയും മാംസം ഉണ്ടായിരുന്നു, മോഹങ്ങളും വിചാരങ്ങളും ഉണ്ടാവേണ്ടവരായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലോരെ പൂർണ്ണമായി പിന്തുടർന്നു. അവിടുന്ന് പറഞ്ഞൊരു ഹദീസ് കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ലാ യുമിനു അഹദുക്കും, നാം ആരും സമ്പൂർണ്ണ വിശ്വാസികളാവില്ല. ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബി, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കൊണ്ടുവന്ന കാര്യങ്ങൾ, ആദർശങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസം, ഇതിനെ നമ്മുടെ വികാരങ്ങളെക്കാളും വിചാരങ്ങളെക്കാളും അഭീഷ്ടങ്ങളെക്കാളും താല്പര്യങ്ങളെക്കാളും മുൻഗണന നൽകുന്നതുവരെ. അപ്പം നമ്മുടെ താല്പര്യവും റസൂലിൻ്റെ തീരുമാനവും വിരുദ്ധമായി വന്നാൽ റസൂലിൻ്റെ തീരുമാനത്തിന് പ്രാധാന്യം നൽകുന്നതുവരെ. ഇമാം നബി റളിയല്ലാഹു അൻഹു വളരെയേറെ നിഷ്കർഷമായി പ്രത്യേകം പരിഗണനകൾ നൽകി തെരഞ്ഞെടുത്ത ഹദീസുകളുടെ കുഞ്ഞു സമാരംഭമാകുന്ന അർബഈനുൻ നബവി എന്ന് പറയുന്ന കിതാബിൽ 41ാമത്തെ ഹദീസായിട്ട് ഇതാണ് ഉദ്ധരിക്കുന്നത്. ലാ യുമിനു അഹദുക്കും, ആരുമേ വിശ്വാസികളാവില്ല, സമ്പൂർണ്ണ വിശ്വാസിയാവില്ല. ഹത്താ യകൂന ഹവാഹു, അവരുടെ മോഹങ്ങൾ, താല്പര്യങ്ങൾ പിന്തുടരുന്നത് വരെ, ആകുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബി, ഞാൻ കൊണ്ടുവന്നതിനെ പിന്തുടരുന്നത് വരെ. മൊബൈൽ എടുക്കണമെന്ന് തോന്നുന്ന സമയത്ത് ദിക്ർ ചൊല്ലണമെന്ന് തോന്നണം. സുബൈക്ക് എഴുന്നേറ്റിട്ട് തന്നെ ഫേസ്ബുക്കിലൂടെ അർമാദിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഖുർആൻ എടുത്ത് ഓതണമെന്ന് തോന്നണം. ഏതെങ്കിലും ഒരുത്തം ഏതോ ഒരറിയാ നമ്പറിൽ നിന്ന് ഒരു റോസാപ്പൂ വന്ന പെൺകുട്ടി അതിനൊരു കൊട്ടപ്പൂവും പകരം കൊടുക്കുന്നതിന് പകരം ഇസ്തിഗ്ഫാർ നടത്താനും തഹ്ലീൽ നടത്താനും സമയം കണ്ടെത്തണം. ചുണ്ടിങ്ങനെ മുട്ടും ഗീബത്ത് പറയണമെന്ന് കരുതിയിട്ട്, മനസ്സിങ്ങനെ സ്പന്ദിക്കും. ആ സമയത്ത് പറയില്ലെന്ന് ദൃഢനിശ്ചയം തീരുമാനിക്കാനാകണം. റസൂലുള്ളാഹി ഈ ആയത്ത് പറയണത് പരിശുദ്ധ ഖുർആനിലെ, ഈ സൂക്തം പറയണത്, ഈ ഹദീസ് പറയണത് പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിൻ്റെ നേർക്കുനേർ വിശദീകരണമാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 66-ാമത്തെ വാക്യം. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, മുഅ്മിനായ ആണിനും പെണ്ണിനും അവകാശമേ ഇല്ല. ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അതിന് വിരുദ്ധമായി മറ്റൊരു കാര്യം തിരഞ്ഞെടുക്കാൻ മുഅ്മിനായ ആണിനും പെണ്ണിനും അവകാശമേ ഇല്ല. മുഅ്മിനായ ആണിനും പെണ്ണിനും തെറിച്ച് നടന്നൂടെ? ലെസ്ബിയനായിട്ട് കണ്ട യൂട്യൂബേഴ്സിനൊക്കെയും ഇൻ്റർവ്യൂ കൊടുത്തൂടെ? ചെറിയ സ്കർട്ടിട്ട് വന്ന് കാലം കയറ്റി വെച്ച് ജനിപ്പിച്ച് വലുതാക്കിയ ഉമ്മയെയും പിതാവിനെയും കുറ്റം പറഞ്ഞൂടെ? എല്ലാം ആവാം. പുറത്തിറങ്ങുമ്പോഴേക്ക് കിഡ്നി പോയാലും കൊള്ളാം, ചുണ്ടിൽ പെയിൻ്റ് അടിച്ചൂടെ? ചെയ്യാം. പക്ഷെ മുഅ്മിനായിട്ട് പാടില്ല. മുഅ്മിനാണോ? അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് വിരുദ്ധമായി മറ്റൊരു തീരുമാനം എടുക്കാൻ അവന് അർഹതയേ ഇല്ല. ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ഓരോ കർമ്മത്തിലും ഈ ഒരു സൂക്ഷ്മതാബോധം ഹജ്ജ് വഴി നമുക്കുണ്ടാകണം. ഹജ്ജിൻ്റെ ഓർമ്മപ്പെയ്ത്തുകൾ ഇടക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഗമത്തോടുകൂടെ പിന്നെയും നമ്മുടെ മനസ്സിനെ തരളിതമാക്കണം. വീണ്ടും അങ്ങോട്ടെത്താനുള്ള പ്രാർത്ഥന വേണം. നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കാൻ എന്നുമേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അഭാഗങ്ങൾ പൊറുക്കാൻ റബ്ബിനോട് കേണപേക്ഷിക്കണം. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മഹ്ശറിൽ തല ഉയർത്തി നിൽക്കാൻ, ഓച്ചാനിച്ച് നിൽക്കാതെ ആത്മാഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മഹ്ശറിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നമുക്കുണ്ടാവണം. അതിനുവേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലാവട്ടെ നമ്മുടെ ഈ സംഗമം എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, വിഷമങ്ങളെല്ലാം തീർത്തു തരുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ പടച്ച റബ്ബ് കബൂലാക്കട്ടെ. ഇനിയും വിശുദ്ധമായ ഭൂമികകളിലേക്ക് എത്താൻ റബ്ബ് നിശ്ചയിച്ച അമലുകളൊക്കെ സായുജ്യത്തോടുകൂടെ നിർവഹിക്കാൻ പടച്ച റബ്ബ് നമുക്ക്, നമ്മളോട് ബന്ധമുള്ളവർക്ക്, ബന്ധുമിത്രാദികൾക്ക്, സ്നേഹജനങ്ങൾക്ക് തൗഫീഖ്